ടെലിവിഷന്റെ മുൻപിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ ഇതൊരു സൂക്കടുണ്ട്. ഈ മൊബൈൽ ഫോൺ അടുത്തില്ലെങ്കിൽ, ഇപ്പൊ എനിക്ക് തന്നെ ഒരു കയ്യിനൊരു പ്രശ്നമുണ്ട്, അതെന്റെ അടുത്തില്ലേ എന്ന് നോക്കും. ഈ ഫോണിന്റെ ഒരു അഡിക്റ്റായി തീർന്ന ഒരു തലമുറയ്ക്ക് പ്രകൃതിയിലേക്ക് തുറന്നിട്ട ജാലകങ്ങളാണ് വയലാർ തന്നത്. നമ്മുടെ മുഴുവൻ പ്രകൃതിയെക്കുറിച്ചും എഴുതി. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാരചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. നമുക്ക് പ്രണയം തന്നത് വയലാറാണ്. അതിനു മുമ്പ് തമ്പുരാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും രാജകുമാരന്മാർക്കും രാജകുമാരിമാർക്കും മാത്രമേ പ്രണയമുണ്ടായിരുന്നുള്ളൂ. നാട്ടിൻപുറത്തെ നീലിപ്പെണ്ണിന് പ്രണയമുണ്ടാക്കി കൊടുത്തു. മേലെ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു 4 കെട്ട്. ഇത് താഴെത്തട്ടിലെ പ്രണയത്തിൻ്റെയാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും പ്രേമിച്ച് ഒരു തലമുറകളിലെ സ്ത്രീകളെ മുഴുവൻ വയലാർ ദേവസ്ത്രീകളാക്കി. ഒലീനയൊക്കെ ആ തലമുറയുടെ ഈ അറ്റത്ത് പെട്ടത്. എൻ്റെ അമ്മയടക്കമുള്ളൊരു തലമുറ ദേവസ്ത്രീകളായി മാറിയത് വയലാറിൻ്റെ പ്രേമഗാനങ്ങൾ കേട്ട് 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 അഹല്യ പണ്ട് ശ്രീരാമപാദം കൊണ്ട് പുനർജനിച്ചതുപോലെ എന്തൊക്കെ മനോഹരമായ പദങ്ങളാണ്. സന്യാസിനി, ചക്രവർത്തിനി, പ്രേമ ഭിക്ഷുകി, അല്ലേ? വയലാർ സ്ത്രീകളെ അങ്ങനെയൊക്കെ വിളിച്ചത്. അങ്കനമാർ മൗലേ, അംശുമതി ബാലേ, അനങ്ക കാവ്യകലേ. സ്ത്രീകളെ ഇത്ര ആദരവോടും പ്രണയത്തോടും വിളിച്ച ചക്രവർത്തിനി, നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വെക്കൂ, നീ നഗ്ന പാതയായി അകത്തു വരൂ, സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും, പഞ്ചലോഹ മണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവകന്യകകൾ നിന്നെ ഒരു കാവ്യലോക സഖിയാക്കും. ഏത് പെണ്ണാണ് ആ ശില്പഗോപുരത്തിലേക്ക് പോകാതിരിക്കുക, അല്ലെ? അത്രമേൽ പ്രണയാതുരമായിട്ടാണ്. വെണ്ണക്കല്ലു കൊണ്ടല്ല, വെള്ളി നിലാവു കൊണ്ടല്ല, സൗന്ദര്യദേവതെ നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല. വെണ്ണക്കല്ലുകൊണ്ടല്ല, വെള്ളി നിലാവ് കൊണ്ടല്ല, ഈ സൗന്ദര്യദേവതയെ സ്വപ്നങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തതാണ്. എല്ലാ സ്ത്രീകളെയും സുന്ദരികളാക്കി. പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും എന്ന് പറഞ്ഞു. കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും. വയലാറിൻ്റെ വരികൾ ചെന്ന് തൊട്ടപ്പോൾ പൂക്കാത്ത കടമ്പുകളൊക്കെ പുഷ്പിച്ചു. എല്ലാ സ്ത്രീകളും സുന്ദരികളായി, എല്ലാ പുരുഷന്മാരും സുന്ദരന്മാരായി. വയലാർ പുരുഷന്റെ പക്ഷത്തുനിന്നും പ്രേമിച്ചു, സ്ത്രീയുടെ പക്ഷത്തു നിന്നും പ്രേമിച്ചു. രാജശില്പി, നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? ഇത് സ്ത്രീയുടെ പ്രണയസങ്കല്പമാണ്. അതേസമയം ഈ ചക്രവർത്തിനി പുരുഷന്റെ പ്രണയസങ്കല്പമാണ്. ഇത് ലോകത്തിലെ മുഴുവൻ പ്രണയ സങ്കല്പങ്ങളെ കടം കൊണ്ടിട്ടാണ്. ഡാലിയ പൂക്കളെ ചുംബിച്ച് ദാഹിച്ചുറങ്ങും പ്രിയ മനോരാജ്യമേ, ഹേമാംബരാഡംബരാംഗിയായി മേവുന്ന ഹേമന്തരാത്രിതൻ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സ്വരാമൃതമോ, കയ്യിൽ ഓമർ ഖയാമിൻ്റെ മുന്തിരിപാത്രമോ, ഷെല്ലി രചിച്ചോരനശ്വര കാവ്യമോ. ഒരു പ്രണയ കവിതയിൽ ഷെല്ലി, ഓമർ ഖയാം, അതോടൊപ്പം സോളമൻ, അതോടൊപ്പം ഹേമാംബരാഡംബരാംഗി. ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് ദേവി തന്നെ കാമുകിയായിട്ട് ഇറങ്ങി വരിക. ഇങ്ങനെ ഒരു സങ്കല്പം മലയാളിക്ക് കവിതകളിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കി തന്നത് വയലാർ രാമവർമ്മയാണ്. പൊട്ടക്കവിത എഴുതിയാൽ മലയാളികൾ സമ്മതിക്കില്ല. കാരണം വയലാർ ഒരു സ്കെയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അല്ലേ? ഈ ചക്രവർത്തിനെയൊക്കെ സൃഷ്ടിച്ച നാട്ടിൽ ആണ് കാമുകിയെ രാക്ഷസിയാക്കിയ പാട്ടുണ്ടായത്. മലയാളത്തിലാണ് ആദ്യമായിട്ട് എൻ കരളിൽ താമസിച്ചാൽ ഉമ്മതരാം രാക്ഷസി എന്നൊരു പാട്ടുണ്ടായത്. രാക്ഷസിയാണ് കാമുകി എന്ന് കണ്ടുപിടിച്ച കാമുകനും കേരളത്തിലുണ്ടായി. ആരോ ചെമ്മനം ചാക്കോ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മരണവീട്ടിൽ പോയി. പ്രായമായ ഒരു സ്ത്രീയാണ് മരിച്ചത്. അദ്ദേഹം പോയപ്പോൾ കണ്ട അനുഭവമാണ്. അപ്പോഴാണ് മന്ത്രി അവിടെ സന്ദർശനം നടത്തിയത്. മന്ത്രി വന്ന് ഈ ശവശരീരത്തെ കുനിഞ്ഞ് ഒന്ന് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റ് കിടന്ന മൊബൈൽ ഫോൺ ഉച്ചത്തിൽ റിംഗ് ടോൺ കേൾക്കാൻ തുടങ്ങി. ഉമ്മ തരാം രാക്ഷസി. അതോടുകൂടി മരണ വീട്ടിൽ കൂട്ടച്ചിരിയായി. രാക്ഷസി എന്ന് സംബോധന ചെയ്ത പാട്ടെഴുത്തുകാരുണ്ടായത്. അതുകൊണ്ടാണ് ഈ കൊക്കോ കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ എന്നൊക്കെ പാട്ട് മലയാളത്തിലെ പാട്ടായത്. പ്രണയഗാനാണ്.
പ്രേമമൂത്താൽ കാമുകൻ കാമുകിയെ ചില്ലി ചിക്കൻ പീസാക്കിയിട്ട് കൊത്തി വിഴുങ്ങണം. അതുകൊണ്ടാണ് കാമുകന്മാരൊക്കെ ഇപ്പോൾ കേരളത്തിൽ കാമുകിമാരെ കുത്തി കൊല്ലുന്നത്. കാമുകിമാരൊക്കെ ഇടയ്ക്കെങ്കിലും ജ്യൂസ് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷെ വയലാറിന്റെ കവിതകൾ കേട്ട, പാട്ടുകൾ കേട്ട ഒരു കാമിനിയും കാമുകിയും ഒരു കാമുകനും പരസ്പരം ഹിംസിച്ചില്ല. പ്രണയം സമരം പോലെ തന്നെ വിശുദ്ധമായ ഒരു മാനവിക ഭാവമായി തീർന്നു. എത്രയെത്രയോ വരികളിൽ വയലാർ പ്രണയത്തെ നിർവചിച്ചു, പല ഭാഷകളിൽ നിർവചിച്ചു. കാളിദാസന്റെ മാളവ കന്യകയാണ് ഒരുപക്ഷെ ഉജ്ജയിനിയിലെ ഗായിക എന്ന ഒറ്റ പ്രണയഗാനം കാളിദാസനെ കറന്നെടുത്തതാണ്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഇത് കാളിദാസന്റെ കഥയുമായി ബന്ധപ്പെട്ടൊരു നാടോടി മിത്താണ്. വിക്രമാദിത്യ ചക്രവർത്തിയുടെ സഹോദരിക്ക് ആസ്ഥാന കവിയായ കാളിദാസനോട് ഒരു ഗൂഢാനുരാഗമുണ്ടായിരുന്നു. പക്ഷെ ചക്രവർത്തിയെ പേടിച്ച് ആ സഹോദരി, ആ മാളവ നർത്തകി ഒരിക്കലും ആ പ്രണയം പുറത്തു വിട്ടില്ല. പക്ഷേ മരണാനന്തരം കാളിദാസന്റെ പ്രതിമയുണ്ടാക്കിയപ്പോൾ ആ മാളവ നർത്തകി ആരും അറിയാതെ ചെന്ന് ആ കൽപ്രതിമയിൽ മാലയിട്ടു എന്ന ഒരു പഴയ കഥയാണ് ഇങ്ങനൊരു കാവ്യം പോലെ. ഒരു കാവ്യമാണത്. ഋതുദേവതയായി നൃത്തം വെച്ചു, മുനികന്യകയായി പൂജിച്ചു, ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു. അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, ഋതുസംഹാരം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശ്യം പോലുള്ള കാളിദാസ കവിതകളെ മുഴുവൻ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുകയാണ്. മാനത്തെ വനജ്യോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ, ഈ വനജ്യോത്സ്ന കാളിദാസന്റെ കാവ്യത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ ശംഖുപുഷ്പം കണ്ണെഴുതുന്നത്. ശംഖുപുഷ്പം, കായാമ്പൂ കണ്ണിൽ വിടരുന്നു, മലവാകപ്പൂവ്, പാരിജാതം, എത്ര പൂവുകളാണ് വയലാറിന്റെ കവിതകളിലെ പൂവുകൾ എന്നൊരു വിഷയം നമുക്ക് ഗവേഷണം ചെയ്യാവുന്നതാണ്. അല്ലെ, എത്ര പൂവുകളാണ്. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രം എന്തിനുറങ്ങില്ലേ. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ നിത്യകാമുകി നിൽപ്പൂ ഞാനീ നിശാനികുഞ്ചത്തിനരികിൽ. എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ, ഏകാന്ത ജാലകം തുറക്കൂ. നിത്യകാമുകിമാരാണ്. വയലാറിന്റെ ആവർത്തിച്ചു വരുന്ന കൽപ്പനകളാണ്. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു, ആമൃണാളമൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. വയലാറിന്റെ പ്രേമഗാനങ്ങൾ വയസ്സായ ആളുകളൊക്കെ രാമായണം കേൾക്കുന്നത് പോലെ ദിവസവും കേട്ടാൽ ഏത് 90-കാരനും 90-കാരിയും 18-കാരിയും 18-കാരനുമായി മാറുമെന്ന് ഗ്യാരണ്ടിയാണ്. നിങ്ങളിത് പരീക്ഷിച്ചു നോക്കും. വയസ്സാവുമ്പോൾ രാമായണമല്ല വായിക്കേണ്ടത്, വയലാറിന്റെ പാട്ടുകൾ നിവർത്തി വെച്ച് വായിച്ചാൽ നമുക്ക് വയസ്സാവില്ല. അതുകൊണ്ടാണ് ഈ വയലാറുകാരൊക്കെ ഇങ്ങനെ വയസ്സാവാതിരിക്കുന്നത്. അതുകൊണ്ടാണ് വയലാറിൽ ആരും മരിക്കാത്തത്. കാരണം ഇവിടെ കവി മൃത്യുഞ്ജയ ബലതന്ത്രം കവിത കൊണ്ട് നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എനിക്കും മരിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വയലാറിൽ പലതവണ വന്നാൽ മരിക്കാതിരിക്കാമോ എന്ന് ആലോചിക്കുക. കാരണം ഇതൊരു സംസ്കൃതിയുടെ ഭൂമിയാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാം. അതാണ് മാർക്സിസത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു വചനം. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. കാൾ മാർക്സ് പറഞ്ഞു, മനുഷ്യനുമായി ബന്ധപ്പെട്ട യാതൊന്നും മാർക്സിസത്തിന് അന്യമല്ല. ഇത് ആവർത്തിച്ച് പുതിയ മാർക്സിസ്റ്റുകാരും പുതിയ കമ്മ്യൂണിസ്റ്റുകാരും കോപ്പി എഴുതി പഠിക്കണം. മനുഷ്യനുമായി ബന്ധപ്പെട്ട യാതൊന്നും മാർക്സിസത്തിന് അന്യമല്ല. അതുകൊണ്ട് ചെണ്ടയും കിണ്ടിയും വേദവും ഉപനിഷത്തും അമ്പലവും ഒക്കെ
പുനരുത്ഥാനവാദികളായ RSSകാർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല, അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി തിരിച്ചു പിടിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് വയലാറിന് ഇത് എഴുതുമ്പോൾ ഒരു മടിയുണ്ടായിട്ടില്ല. പൊള്ളയായ ഒരു ഉടുക്കുമായി പേട്ട തുള്ളി പാട്ടുപാടി 18ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ എന്നെഴുതി. ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്ത കോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തും എൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി, നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, നിത്യ കളഭ ചന്ദനങ്ങളാൽ അഭിഷേകം. ഓട്ടൂർ ഉണ്ണി നമ്പൂരിപ്പാടിന് പോലും ഇത്രയും ഭക്തിസാന്ദ്രമായ ഒരു ഭക്തികാവ്യം എഴുതാൻ പറ്റില്ല. ഇത് ഈശ്വരനിൽ വിശ്വസിക്കാത്ത, നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സ്നേഹമാകുന്ന ഈശ്വരനിൽ വിശ്വസിച്ച കവിയുടെ വരികളാണ്. അത് ട്യൂൺ ചെയ്തത് അമ്പലത്തിൽ ഒരിക്കലും പോയിട്ടില്ലാത്ത ദേവരാജൻ എന്ന സംഗീതജ്ഞനാണ്. ദേവരാജനും വയലാറും ചേർന്നുണ്ടാക്കിയ പാട്ടുകളുടെ ഒരു അസാധാരണമായ പാറ്റേൺ ലോകത്തൊരു കൂട്ടുകെട്ടിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്. വയലാറിന് എഴുതി കൊടുക്കാൻ വരികൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ചില സ്ഥലത്ത് വയലാർ വരികൾ എഴുതി കൊടുക്കില്ല. അവിടെ ഹമ്മിങ് കൊണ്ട് അദ്ദേഹം പൂരിപ്പിക്കും. അതിപ്രശസ്തമായ ഒരു പാട്ടില്ലേ, ഇവിടെയോരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ, നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ, നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ഇതൊരു വല്ലാത്ത അനുഭവം ഉണ്ടാക്കുന്ന പാട്ടാണ്. അതിലാ ഓ ഓ ഓ എന്ന സ്ഥലത്ത് വരികൾ എഴുതി കൊടുക്കാൻ വയലാറിന് പറ്റാഞ്ഞിട്ടല്ല, പാട്ടും ഹമ്മിങ്ങും ചേർന്നൊരു സല്ലയം ഉണ്ടാവും. ഈ പ്രദേശത്തിൻ്റെ എത്രയോ സങ്കല്പങ്ങൾ പാട്ടിലാക്കി. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. ഏലം ഏലം ഏലേലം ഓ. ഇതുകൂടി ചേർന്നാലേ ആ പാട്ട് പൂർത്തിയാവും. അതൊരു പക്ഷേ ഈ കായലോളങ്ങൾ നിറഞ്ഞ വൈക്കം കായലിൽ ഓളം തള്ളുമ്പോൾ എന്ന് വയലാറിൻ്റെ ഒരു കവിതയാണ്. വൈക്കം കായലും ഈ പ്രദേശത്തെ പുന്നമടക്കായലും അഷ്ടമുടിക്കായലും ആലപ്പുഴക്കായലും ഒക്കെ ചേർന്ന് കിടക്കുന്ന മധ്യ കേരളം തൊട്ട് തെക്കോട്ടുള്ള പ്രദേശത്തിൻ്റെ സംസ്കൃതികളിൽ നിന്നാണ് വയലാർ ഇതൊക്കെ കൊണ്ടുവന്നത്. ഇവിടുത്തെ ചരിത്രം, തെക്കുംകൂർ അടിയാത്തി തളിരു പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി കുടവും വീണയും, അത് തെക്കുംകൂർ രാജവംശം, വടക്കുംകൂർ രാജവംശം, ഇതിനപ്പുറത്ത് കിടക്കുന്ന ഹരിപ്പാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നാട്ടുരാജ്യത്തിൻ്റെ അനേക സംസ്കൃതികൾ, ഓണാട്ടുകര, കാർത്തികപ്പള്ളി, വയലാർ, മേനാശ്ശേരി, ഉള്ളതല, ഇങ്ങനെ അരൂർ തൊട്ട് മാവേലിക്കര വരെയൊക്കെ പരന്നു കിടക്കുന്ന ആലപ്പുഴയുടെ ജില്ലയിൽ ഇന്ന് ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ നാട്ടറിവ്, നാനാർത്ഥങ്ങൾ, ദേശപുരുഷാർത്ഥങ്ങൾ, സൗന്ദര്യമണ്ഡലങ്ങൾ, പുഴകൾ, മലകൾ, കായലുകൾ, കുന്നിൻപുറങ്ങൾ, പൂവുകൾ, പുരുഷാർത്ഥങ്ങൾ ഒക്കെ പാട്ടിലും കവിതയിലും നിറച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ കൂടി ചേർത്താൽ നിങ്ങൾ നോഹയുടെ പെട്ടകത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായും കയ്യിൽ കരുതേണ്ട ഒരു പുസ്തകം വയലാർ രാമവർമ്മയുടെ കവിതകളും പാട്ടുകളുമാണ്. കാരണം മനുഷ്യവംശം അവസാനിച്ചാൽ നമുക്ക് നല്ലൊരു മനുഷ്യവംശത്തെ സൃഷ്ടിക്കണമെങ്കിൽ വയലാറിൻ്റെ പാട്ടുകളും കവിതകളും വേണം. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. ഞാൻ ഈ അശ്വമേധത്തെക്കുറിച്ച് സാന്ദർഭികമായിട്ട് പരാമർശിച്ചപ്പോൾ, അശ്വമേധം നാടകത്തിന് വേണ്ടി പാട്ട് എഴുതിയത് വയലാറാണ്, സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയത് വയലാറാണ്. അതിൽ രണ്ട് വികാരങ്ങളെ രണ്ട് പാട്ടുകൾ നിർവചിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സ്ത്രീ
വിവാഹപൂർവ്വ രാത്രികളെക്കുറിച്ച് സ്വപ്നം കാണുന്നതായിട്ട് ലോകത്താകെ എഴുതിയത് ഒരു പുരുഷ കവിയാണ്. അല്ലെ, സ്ത്രീകൾ എഴുതിയിട്ടില്ല ഒലീന. സ്ത്രീകൾ വിവാഹപൂർവ്വ രാത്രികളിൽ 7 സുന്ദര രാത്രികളിൽ സ്വപ്നം കാണുന്നുണ്ട് എന്ന് വയലാറാണ് പറഞ്ഞത്. അതിലെ വരികളൊക്കെ പ്രകൃതിയോട് ചേർന്നതാണ്. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമി പൂതരാം. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ. ഇത് പറഞ്ഞ അതേ ഷീലയുടെ കഥാപാത്രമാണ്. ആ കഥാപാത്രം കുഷ്ഠരോഗിണിയായി നൂറിനാട്ടെ കുഷ്ഠരോഗത്തിന്റെ സാനറ്റോറിയത്തിലേക്ക് പോയി അവിടെ ഇരുന്നൊരു പാടുന്ന പാട്ടും പ്രകൃതി തന്നെയാണ്. ഇവിടെ പ്രകൃതി മാനസ സരസിൽ പറന്നിറങ്ങുന്ന മരാള കന്യകകളാണ്. പക്ഷെ അവിടെ പ്രകൃതി വർണ്ണ ചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖ സന്ധ്യകളെ, ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വിരച്ചു, എന്തിനീ മണ്ണിൽ വരച്ചു. പ്രകൃതി തന്നെയാണ്. വാസന പൂമ്പൊടി തൂകുവാൻ എത്തുന്ന വാസന്ത ശില്പികളെ, പൂജക്കെടുക്കാതെ പുഴുക്കുത്തി നിൽക്കുന്ന പൂക്കളെ നിങ്ങൾ മറന്നു. ഇപ്പൊ പ്രകൃതിയെ തന്നെ മനുഷ്യഭാവങ്ങൾക്കനുസരിച്ച് ഭാവം പകരുന്ന ചൈതന്യമായിട്ട് വയലാർ. ഇപ്പോൾ കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ വരുന്ന തുലാവർഷമേഘം, അത് വയലാർ എഴുതി വെച്ചിട്ടുണ്ട്. കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ വന്ന തുലാവർഷമേഘമേ, കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ രാജഹംസത്തിനെ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, തുലാവർഷമേഘമേ കണ്ടുവോ നീ ഞങ്ങളുടെ വയലാർ രാമവർമ്മയെ? കണ്ടിട്ടുണ്ടാകും. പ്രകൃതി കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ പ്രകൃതി കാണുന്നു, ചരാചരങ്ങൾ കാണുന്നു. വയലാറിൻ്റെ ഓരോ പാട്ടും എടുത്ത് വിസ്തരിക്കേണ്ടത്. ഒരു പാട്ടെടുത്ത് വിസ്തരിച്ചാൽ തന്നെ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല എന്നൊരു പാട്ടിൽ എഴുതുന്നു. നുണക്കുഴിക്കവിളിൽ നഖചിത്രം എഴുതും താരെ എന്ന അതേ പടത്തിൽ തന്നെ വേറെ തരത്തിൽ എഴുതുന്നു. വയലാർ ഇങ്ങനെ മനുഷ്യനെ അചുംബിത കൽപ്പനകൾ കൊണ്ട് മഹത്വവൽക്കരിക്കുകയാണ്. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ, സ്വയം പ്രഭേ സന്ധ്യേ എന്നൊരു പാട്ടിലാണ്, പ്രണയഗാനത്തിലാണ് എഴുതി വെക്കുന്നത്. ഒരിക്കൽ വളരെ പെട്ടെന്ന് എഴുതി കൊടുത്താണെന്ന് പറയുന്നുണ്ട്. MK അർജുനന് വേണ്ടി ഒരു സിനിമയ്ക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഒരു 4 വരി എഴുതി കൊടുക്കുന്നത്. പക്ഷെ ആ 4 വരിയുടെയൊക്കെ അർത്ഥം ദിവസങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചാലും ഭാമിനി പ്രപഞ്ചശില്പിയുടെ വെറുമൊരു പഞ്ചലോഹ പ്രതിമയല്ല നീ. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഭാമിനി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ. പ്രപഞ്ചശില്പിയുടെ വെറുമൊരു പഞ്ചലോഹ പ്രതിമയല്ല നീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. കാമാക്ഷി, കാതരാക്ഷി പോലുള്ള പാട്ടുകളിൽ, പുനർജന്മത്തിലെ എണ്ണമറ്റ പാട്ടുകളിൽ കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകതൂലികെ നീ മാനവജന്മമാം തുണീരത്തിലെ മന്ത്രശരമായി. പല മഹർഷിമാരെ കുറിച്ചും നമ്മുടെ സംഘപരിവാര ശക്തികൾ പറയാറുണ്ടെങ്കിലും കാമശാസ്ത്രം എഴുതിയ വാത്സ്യായന മഹർഷിയെക്കുറിച്ച് മാത്രം പറയാറില്ല. നമ്മുടെ മഹർഷിമാർ കാമശാസ്ത്രവും എഴുതിയവരാണ്. അവർ ഭൗതികവാദവും സൃഷ്ടിച്ചവരാണ്. ഇന്ത്യയിലെ മഹർഷിമാരിൽ കപിലൻ, കണാദൻ, ഗൗതമൻ, ലോകായതന്മാരായ എത്രയോ ആളുകൾ, എത്രയോ ബുദ്ധനെ പോലുള്ള ആളുകൾ, എത്രയെത്രയോ ആളുകൾ ഭൗതികവാദ ദർശനങ്ങളും ഉണ്ടാക്കിയിരുന്നു. നമുക്ക് റെനി ദക്കാർത്തെ തൊട്ട് കാൾ മാർക്സ് വരെ പാശ്ചാത്യ ലോകത്ത് ആവിർഭവിച്ച ഭൗതികവാദ സിദ്ധാന്തങ്ങളെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഭൗതികവാദ ദർശനങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അത്
പിൽക്കാലത്തെ ബ്രാഹ്മണ മതങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്തത്. വയലാർ രാമവർമ്മ ഒരു സിനിമ പാട്ടിൽ, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിൽ CID വേഷം മാറി നടക്കുമ്പോൾ ഒരു പാട്ട് പാടുകയാണ്. CIDക്ക് ഏത് പാട്ടും പാടാം. വൈ ദിസ് കൊലവറി കൊലവറി ഡിം എന്ന് പാടാം, ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടെന്ന് പാടാം, പരിപ്പ് പാടാം, പപ്പട പാടാന്ന് പാടാം, ഏത് പാടിയാലും കുഴപ്പമില്ല. ഈ ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടം എന്നൊരു പാട്ടുണ്ട്. അത് എഴുതിയത് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ മലയാള ഭാഷ വെച്ച് എനിക്ക് കിണ്ടാണ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല, എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് അതിൻ്റെ അർത്ഥമെന്നാണ്. അങ്ങനെ പാട്ടെഴുതാൻ സൗകര്യമുള്ള സിനിമയിൽ പോയിട്ടാണ് വേഷം മാറി നടക്കുന്ന CIDയെ കൊണ്ട് ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന് വയലാർ എഴുതിച്ചത്. വെള്ളപൂശിയ ശവക്കല്ലറയിലെ വെളുത്ത വാവുകളെ നിങ്ങൾ ആശ്രമങ്ങൾ തീർത്തു, അമ്പലങ്ങൾ തീർത്തു, 1000 പൊയ്മുഖങ്ങൾ തീർത്തു, ഈശ്വരന് 1000 പൊയ്മുഖങ്ങൾ തീർത്തു. അതിൻ്റെ അവസാനത്തെ ചരണം സ്വകാര്യമായിട്ട് കേട്ടാൽ മതി. കാവി ചുറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം, അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഇത്രനാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഭാരതത്തിൻ്റെ വേദാന്തം അത്ര കുഴപ്പമുള്ളതൊന്നുമല്ല. അത് ഭഗവത്ഗീത കൊണ്ട് മറയ്ക്കുമ്പോഴാണ്, സവർണ പ്രത്യയശാസ്ത്രം കൊണ്ട് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട അനേകം ദർശനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ച ആളാണ് വയലാർ. വയലാറിൻ്റെ കൃതികൾ നിങ്ങൾ വായിച്ചു നോക്കണം. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു യാത്രാവിവരണ പുസ്തകമേ ഉള്ളൂ. ഇത്ര മനോഹരമായ ഒരു യാത്രാവിവരണ കൃതി മലയാളത്തിൽ അതിനു മുമ്പും ഉണ്ടായിട്ടില്ല, പിന്നീടുണ്ടായിട്ടില്ല. അതിമനോഹരമായ ഗദ്യം എഴുതാൻ കഴിയുന്ന ആളായിരുന്നു അദ്ദേഹം. അതിലാണ് എഴുതിയിരിക്കുന്നത്, ആര്യഗോത്ര തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങളായി വന്ന് സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ, വാമനന്മാരായി വിരുന്നു വന്ന് ഈ ദാനഭൂമിയിൽ യജ്ഞപശുക്കളെ മേച്ച നാൾ, ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ, വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. അങ്ങനൊരു കാലമുണ്ടായി. ദ്രവിഡിയൻ നാട്ടു സംസ്കൃതികളെ ചവിട്ടിമെതിച്ച് ആര്യ സംസ്കാരത്തെ അടിച്ചേൽപ്പിച്ച ഒരു സംസ്കൃതിക്കെതിരെ ഇവിടെ ഉണ്ടായ മഹാബലി അടക്കമുള്ള ദ്രാവിഡിയൻ സങ്കല്പങ്ങളെ, നാട്ടുസങ്കല്പങ്ങളെ, നാട്ടുപുരാവൃത്തങ്ങളെ പാട്ടിലൊക്കെ നമ്മൾ അറിയാത്ത വിധത്തിലാണ് കൊണ്ടുചേർക്കുന്നത്. നമ്മൾ ആലോചിക്കാൻ സമയം കൊടുക്കുകയാണെങ്കിൽ ഓരോ പാട്ടിന്നും കുഴിച്ചെടുക്കാൻ അനവധി കാര്യങ്ങളുണ്ട്. അങ്ങനെ മലയാളികളുടെ ബഹുമുഖമായ നാനാത്വങ്ങളെ, ബഹുസ്വര സംസ്കൃതികളെ മണ്ണിലിറങ്ങി നിന്ന് കണ്ട കവിയാണ്. ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ച മണ്ണിൻ്റെ മനുഷ്യത്വമാണ് ഞാൻ. ഈ വയലാറിലെ തെരുവിൽ നടന്ന ഒരു പാവം രാമവർമ്മ തിരുമുൽപ്പാട് ഒരു പക്ഷേ പായൽ നിറഞ്ഞൊരു കുളത്തിൻ്റെ കരയിൽ നിന്ന് അന്ന് ധൈര്യപൂർവം ഒരു വിഗ്രഹം പിഴുതെടുത്ത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വിപ്ലവകാരി. ഇത് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞതാണ്. ഒരു രാത്രിയിൽ ഞങ്ങൾ പായൽ മൂടിയ ഒരു കുളത്തിൻ്റെ കരയിൽ നിന്ന് മനുഷ്യന് പ്രയോജനമില്ലാതെ നിൽക്കുന്ന ഒരു വിഗ്രഹം എടുത്ത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വിഗ്രഹഭഞ്ജകനായ കവിയായിരുന്നു. അതുവരെ ഉപരിവർഗക്കാർ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ അടിസ്ഥാന ജനവർഗങ്ങളുടെ പക്ഷത്തു നിന്ന് ചവിട്ടി ഉടയ്ക്കുകയും പുതിയ ജനവർഗത്തിന് വേണ്ടി സ്വപ്നങ്ങൾ തരികയും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, ഞാൻ വയലാർ മരിച്ചതിന് ശേഷം ജനിച്ച കുട്ടികൾ പലരും ഇതിൽ ഇരിക്കുന്നുണ്ട്, അവർ വയലാറിനെ കണ്ടിട്ടില്ല. പക്ഷെ വയലാറിൻ്റെ പാട്ടുകൾ ഇന്നും അവർ പാടുന്നുണ്ട്. ഇന്നും ഒരുപക്ഷെ പ്രേമിക്കാൻ ഏറ്റവും നല്ല വരികൾ വയലാറിൻ്റെതാണ്. മരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സ്വകാര്യമായി നിങ്ങളുടെ ഫോണിൽ എടുത്തു വെക്കേണ്ട ഒരു പാട്ടാണ് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസ്സിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. മരിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ആ പാട്ട് ഒരിക്കൽ കേട്ടാൽ മരിക്കാനുള്ള ആഗ്രഹം ഇല്ലാതാവും. ഇന്നത്തെ ആധുനിക മലയാളികൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, ക്രിമിനലുകളാവാതിരിക്കാൻ, മാനസിക തകർച്ചയ്ക്ക് ആൻറ്റി ഡിപ്രസന്റ് ഗുളികകൾ കഴിക്കാതിരിക്കാൻ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ പേരാണ്, മതഗ്രന്ഥങ്ങളൊക്കെ മാറ്റിവെച്ചോളൂ, വയലാറിൻ്റെ കവിതകളും പാട്ടുകളും ഇടയ്ക്കെടുത്തൊന്ന് വായിച്ചാൽ വയസ്സന്മാർക്കൊക്കെ ചെറുപ്പമാവും, രോഗം മാറിക്കിട്ടും, മരിക്കാൻ തോന്നില്ല. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരെ കൊതിതീരും വരെ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരുണ്ടോ, ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ,
അല്ലേ? ഇവിടെ മതിയായി മരിച്ചവരുണ്ടോ? ഈ സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളെ, നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം, അല്ലേ? ഇന്ദ്രനീലം കൊണ്ട് മാനത്ത് തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴികക്കുടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ അപ്സര കന്യകൾ പെറ്റു വളർത്തിയ ചിത്രശലഭങ്ങൾ നിങ്ങൾ. സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. ഞാൻ അറിയാതെ എൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ. ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രം എഴുതുന്നു നിങ്ങൾ. 700 വർണ്ണങ്ങളാൽ എത്ര വാർമഴ വില്ലുകൾ തീർത്തു. കണ്ണുനീർ ചാലിച്ചെഴുതുന്നു, മായ്ക്കുന്നു വർണ്ണവിധാനങ്ങൾ നിങ്ങൾ വയലാർ, അല്ലേ? നിങ്ങൾ വയലാർ. ഈ മാന്ത്രികൻ മായാജാലക വാതിൽ തുറക്കും മധുരസ്മരണകൾ കൊണ്ട്. മന്ദസ്മിതമാം മണിവിളക്കുഴ ഒഴിയുന്ന ഒരു മന്ത്രവാദിയെപ്പോലെ നമ്മുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുകയാണ്. വയലാറിൽ നിന്ന് മലയാളികൾക്ക് ഒരു കാലത്തും മോചനമുണ്ടാവുകയില്ല. മോചനമുണ്ടാവരുത്. മോചനമുണ്ടായാൽ കേരളം പുനരുത്ഥാനവാദികൾ കൈയടക്കും. അതുകൊണ്ട് വയലാർ പ്രതിരോധത്തിന്റെ അവസാനത്തെ ബലതന്ത്രമാണ്. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തുകയും കടലുകൾ പടഹമുയർത്തുകയും യുഗങ്ങൾ നീന്തി നടന്ന ഗംഗയിൽ ഹൃദയത്താമര മുകുളങ്ങൾ വിരിയുകയും ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവരുകയും ജീവിതങ്ങൾ തുടലൂരിയെറിയുകയും ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകളുമായി പുതിയ പൗരൻ ഉണർന്നു വരികയും ചെയ്ത കാലത്ത് ഈ വയലാറിലെ മണ്ണിൽ അനേകം മനുഷ്യർ സർസിപ്പിയുടെ ചോറ്റുപട്ടാളത്തിന് മുമ്പിൽ ചോര വീഴ്ത്തി പിടഞ്ഞ് അവസാനത്തെ തുള്ളിയിൽ നിവർന്നു നിന്ന് സഖാക്കൾ മുന്നോട്ട് എന്ന് വരും കാലത്തോട് പറഞ്ഞത് മരിക്കാനല്ല, തോൽക്കാനല്ല. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മുതലാളിത്തമേ, നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച് എഴുന്നേറ്റ് നിന്ന 1 കോടി മനുഷ്യർ ഒറ്റ മനുഷ്യനെ പോലെ ശബ്ദിച്ച സാംസ്കാരിക ധീരതയുടെ അജയ്യമായ മരിക്കാത്ത ശബ്ദത്തിന്റെ പേരാണ് വയലാർ രാമവർമ്മ. അതുകൊണ്ട് സഖാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരാങ്കണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. ആ ചെങ്കൊടിയാണ് കട്ടായം. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വയലാറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പാടുന്നു. കാക്കറുമ്പികളെ കാർമുകിൽ തുമ്പികളെ, മനത്ത് പറക്കണ കൊടി കണ്ടോ, മനത്ത് പറക്കണ കൊടി കണ്ടോ. ഹൃദയ രക്തത്താൽ 1 നൂറ്റാണ്ടുകാലം അനേക തലമുറകൾ ചങ്കില ചോര കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടിയാണ് തോൽക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരെ ജീവിപ്പിക്കുന്ന സ്മരണയുടെ പേരാണ് വയലാർ രാമവർമ്മ. വയലാറിന് മരണമില്ല. അഭിവാദ്യം. അടുത്ത പ്രഭാഷണം ഒലിന ടീച്ചർ. വേദിയിലെയും സദസ്സിലെയും ഏറ്റവും പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഏതാണ്ടൊരു കുറേ നേരം വയലാറിൻ്റെ വരികളിലൂടെ, ഓർമ്മകളിലൂടെ ഇങ്ങനെ നമ്മൾ സ്വയം മറന്ന് കടന്നു പോവുകയായിരുന്നു. ഒരു ധീരനൂതന ലോകത്തെ സ്വപ്നം കണ്ട, അങ്ങനെയാണല്ലോ, സ്വപ്നം കാണുമ്പോഴാണ് വിപ്ലവത്തിൻ്റെ ആദ്യപടി സ്വപ്നമാണെന്നാണ്, സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തെ വിപ്ലവ ചരിത്രം നമ്മളോട് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ തൊഴിലാളി സമരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഇടമെന്ന് ഇപ്പോൾ ആ ചരിത്രമൊക്കെ എഴുതുമ്പോൾ
ആ സമരങ്ങൾക്ക് തുടക്കം കുറിച്ച സ്ഥലം ഈ മണ്ണാണ്. അങ്ങനെ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ പൊരുതിയ മനുഷ്യർ വീഴ്ത്തിയ ചോരയും കണ്ണീരും അവരുടെ രക്തപുഷ്പങ്ങളിലാണ് ഈ കവിതകൾ പിറന്നു വീണതെന്നാണ് ഈ സമയം നമ്മൾ ഓർക്കുന്നത്. മനുഷ്യരെങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്, ഒരു തമാശയുള്ള ചോദ്യമാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വളരെ പരിഹാസദ്യോതകമായ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത്, നടക്കുമ്പോൾ ഏത് കാലാ താഴെ വയ്ക്കുന്നത്, നമ്മൾ നടക്കുമ്പോൾ ഏത് കാലാ താഴെ വയ്ക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇടത് കാല് താഴെ വയ്ക്കുന്നോ വലത് കാല് താഴെ വയ്ക്കുന്നോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സമകാലത്ത്. കാരണം വീട്ടിലേക്ക് വഴി ഒന്നേ ഉള്ളൂ എന്നതുപോലെ ആലപ്പുഴയിലേക്ക് വയലാറിലേക്ക് വഴി ഒന്നേ ഉള്ളൂ. വഴി തെറ്റാതിരിക്കാൻ സ്വയം നല്ല ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആണ് ഇതിനു മുൻപേ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമുക്കൊക്കെ വഴി തെറ്റാതെ അവന് കാര്യം പിടികിട്ടി. തുടലൂരി എറിഞ്ഞ് മനുഷ്യരായ ഇടത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മഹാസമരങ്ങളിൽ ഞാൻ ആദ്യം പങ്കെടുത്ത ഇതുപോലൊരു സ്റ്റേജ്, ഞാൻ ആദ്യം സംസാരിച്ച സ്റ്റേജ് പാളത്തുങ്കൽ ഒരു സർക്കാർ സ്കൂളിൻ്റെ ഒരു സ്റ്റേജിൽ 3 വയസ്സിൽ KR ഗൗരിയമ്മ വരുമ്പോൾ ആ സ്ത്രീയെ അങ്ങനെയാ പറയണ്ട, കേരളം കണ്ട മഹാവനിതയെ സ്വീകരിക്കാൻ ഒരു 3 വയസ്സിൽ ഒരു സ്റ്റൂളിൽ കയറ്റി നിർത്തി സംസാരിപ്പിച്ചതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യത്തെ എൻ്റെ സംസാരം. പേടിയില്ലാതെ സംസാരിക്കാൻ അന്ന് മുതലാണ് പഠിച്ചത്. അവരവരുടെ വാക്കിനെ മുറുക്കെ പിടിക്കാനും. പറഞ്ഞു വരുന്നത്, അങ്ങനെ തുടലൂരി എറിഞ്ഞ മനുഷ്യർ, എല്ലാത്തരം തുടലുകളിലും ജീവിച്ചിരുന്ന മനുഷ്യർക്ക് തുടലൂരി എറിഞ്ഞ് ജീവിക്കാൻ ഒരു സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരാണ് വയലാറിൻ്റെ തലമുറ. മാറ്റുലി കവികളെന്ന് വിളിച്ച് ഞങ്ങളടക്കമുള്ള അക്കാദമികൾ, അങ്ങനെയാണല്ലോ, ഞങ്ങൾ 10-30 വർഷമായിട്ട് അധ്യാപികയായിരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ഈ കടന്നു പോകുന്ന സാഹിത്യ നിരൂപണത്തിൻ്റെയും കാവ്യ നിരൂപണത്തിൻ്റെയും ഒക്കെ എഴുത്തുവഴിയിലും ഒക്കെ ഈ പഠനത്തിലൊക്കെ നമ്മളിങ്ങനെ നെഞ്ചേറ്റി വയലാറിനെ നടക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന വേറൊരു വയലാറുണ്ട്, ക്ലാസ് മുറികളിൽ വരുന്ന വേറൊരു വയലാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വയലാർ എന്തേ കാണാത്തതെന്ന ചോദ്യം വരുമ്പോൾ ഈ പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. വാരി വലിച്ചു പറഞ്ഞ കവി, ചുവപ്പിന് വേണ്ടി മാത്രം എഴുതിയ കവി, മാറ്റൊലി കവി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ മാറ്റൊലി കവിതകൾ എന്നൊരു കവിത തന്നെ എഴുതി കൊടുത്തു. പറഞ്ഞു വരുന്നത്, ഞാൻ ആദ്യത്തേലേക്ക് വരാം, നമ്മൾ എങ്ങനെയാണ് നടക്കുമ്പോൾ കാല് വെക്കുന്നത് മണ്ണിൽ, ഇടത് കാല് വെക്കുന്നോ വലത് കാല് വെക്കുന്നോ എന്ന ചോദ്യമുണ്ട്. കാളിദാസൻ ആ ചോദ്യം എന്ത് ചെയ്തു, കുതിര ഓടുമ്പോൾ എന്താന്നുള്ള ചോദ്യത്തിലേക്ക് കാളിദാസൻ ആ ചോദ്യത്തെ കൊണ്ടുപോയി. കുതിര ഓടുമ്പം കുതിരയുടെ കാല് വളരെ കുറച്ച് മാത്രമേ മണ്ണിൽ വരുന്നുള്ളൂ, വളരെ മാത്രമേ മണ്ണിൽ തൊടൂ, ബാക്കിയും ഇങ്ങനെ വായുവിലാണ് നിൽക്കുന്നത്. അങ്ങനെ മണ്ണിൽ കാലുറപ്പിച്ച് കുതിരയ്ക്ക് ഓടാൻ കുറച്ച് സമയം മതി. പക്ഷേ മനുഷ്യർക്ക് എത്ര പുരോഗമിച്ചാലും, നേരത്തെ പറഞ്ഞല്ലോ, മൃത്യുവെ ഭയക്കുമ്പോൾ, മരണത്തെ ഭയക്കുമ്പോൾ നമുക്ക് കയ്യെത്തി പിടിക്കാൻ വയലാർ എഴുതി വെച്ച ഈ വരികളുണ്ട്. ഇനി ഒരു പക്ഷേ ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ മൃത്യുവെ ഭയക്കാതെ ജീവിക്കാനും കഴിയുമെന്നുള്ളതാണ് പുതിയ ഗവേഷണം തരുന്നത്. നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലത്ത് മരണം മാറ്റി വയ്ക്കാം എന്നൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു കാലത്തും അങ്ങനെ മരണമൊക്കെ മരണത്തെ മാറ്റിവെച്ചാലും ആ മാറ്റിവെക്കുന്ന മരണത്തെ അതിജീവിക്കാനും നമുക്ക് എന്തു വേണം, ചില പാട്ടുകൾ ഉണ്ടായേ കൂടും. അതുകൊണ്ട് കാളിദാസൻ പുരോഗതിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്ന 2 കാല് 4 കാലില് ഒരു കാല് മാത്രം ചിലപ്പോൾ ചോട് വെച്ചും കൊണ്ട് പാഞ്ഞു പോയുന്നൊരു അശ്വത്തെ പുരോഗതിയുടെ ചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാലും മണ്ണിലും എത്ര പുരോഗമിക്കുമ്പോഴും നിർമ്മിത ബുദ്ധി വന്ന് നമ്മുടെ ജീവിത സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ചാലും പുതിയ ജീനോം തിയറിയിൽ നമുക്ക് ഇനി അടുത്ത തലമുറ കുഞ്ഞിനെ, നമ്മുടെ മോനിപ്പം നമ്മൾ ആ പാട്ട് നമ്മൾ വർത്താനം പറയുമ്പോൾ അവൻ കൈയടിക്കുന്നു, അതിനപ്പുറത്തേക്ക് അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ എങ്ങനെ ഉള്ള സ്വഭാവത്തിൽ വളരണം, എങ്ങനെയുള്ള സ്വഭാവത്തിൽ ജനിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഇണകൾക്ക് അവരുടെ കുഞ്ഞ് എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാം എന്നിടത്തേക്കൊക്കെ ശാസ്ത്രം മാറുകയാണ്. അങ്ങനെ ശാസ്ത്രത്തെ സ്വപ്നം കണ്ട ആൾ കൂടിയായിരുന്നു വയലാർ. നമ്മളീ കണ്ട നിസ്വർഗത്തിന് വേണ്ടി എഴുതുമ്പോൾ പൊരുതുന്ന മണ്ണിൽ നിന്നുകൊണ്ട്, ചുവന്ന മണ്ണിൽ നിന്നുകൊണ്ട് പോരാട്ടങ്ങളുടെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ആള് തന്നെ ശാസ്ത്രത്തെ അങ്ങനെ കയ്യെത്തി പിടിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു കാലം വരുമ്പോഴും നമുക്ക് എന്തുണ്ട്, നമുക്ക് മനുഷ്യത്വം എന്നൊന്നുണ്ട്. മരണത്തെ അതിജീവിച്ചാലും അടുത്ത തലമുറ കുഞ്ഞിന് എങ്ങനെ ഉണ്ടാകണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുത്താലും ആ കുട്ടിക്കും എന്തുണ്ടാവണം, മനുഷ്യത്വം എന്നൊന്നുണ്ടാവണം.
മാനവിക ബോധം എന്നൊന്നുണ്ടാകണം. ആ മാനവിക ബോധത്തെക്കുറിച്ചാണ് വയലാർ അടങ്ങുന്നവർ നമ്മളോട് പറഞ്ഞത്. ഈ മണ്ണിനെ സംബന്ധിച്ച് ഈ മാറ്റത്തിന്റെ കാലത്ത് നിന്നുകൊണ്ടാണ് വൈലോപ്പിള്ളി പണ്ട് എഴുതി, പണ്ടു നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ, വൻപകയോടെ ചേരി മാറിയോ പോയി പോകുന്നു. പണ്ടു നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ. വയലാർ നിന്നുകൊണ്ട് ആവർത്തിച്ച് മലയാളി പാടി പഠിക്കേണ്ട വരിയാണ്. പണ്ടു നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ, വൻപകയോടെ ചേരി മാറിയോ പോയി പോകുന്നു. എത്രയും അസ്വസ്ഥമാണ് ഉലകം തിരക്കിലും. അതിനിടയ്ക്കൊരു വരിയുണ്ട്, ക്ഷുദ്രമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം. കാലം എന്ന അശ്വത്തെ പോലും പിടിച്ചു കെട്ടാമെന്ന് പറഞ്ഞ വയലാറിനെ ഓർത്തുകൊണ്ട് ക്ഷുദ്രമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം. ഇത്രയും ക്ഷുദ്രമായി കലുഷമായി ഇന്ത്യൻ കാലം പ്രവഹിക്കുന്നൊരു കാലം വേറെ ഉണ്ടായിട്ടില്ല നമുക്ക്. അങ്ങനെയുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാലത്ത് നിന്നുകൊണ്ട് എത്രയും അസ്വസ്ഥമാണ് ഉലകം തിരക്കിലും. അങ്ങനെ ലോകം തിരക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പാടി പഠിക്കാൻ, നമുക്ക് പാട്ടുകൾ മാത്രമല്ല, നമുക്ക് ചെറുകഥകളും സഞ്ചാരകൃതിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ പറഞ്ഞു തരികയായിരുന്നു. പറഞ്ഞു വരുന്നത് ഒരു കാല് മണ്ണിൽ ഉറപ്പിച്ചുകൊണ്ട്, അധ്വാനിക്കുന്ന ഈ മണ്ണിൽ ഉറപ്പിച്ചുകൊണ്ട്. പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 19 or 20 വയസ്സാണ്. പക്ഷേ അതിനകം തന്നെ എഴുത്താണ് എൻ്റെ വഴി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഓർക്കുന്നത്, ഒരു ക്ലാസ്മേറ്റായൊരു സുഹൃത്ത് ഓർക്കുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് വായിച്ചത്. എനിക്ക് അടുത്ത കാലത്താണ് കിട്ടിയത്. കവിതകളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപകൻ നിന്നെ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് ശകാരിക്കുന്ന രാമവർമ്മ എന്ന പയ്യൻ, ഒന്നിനും കൊള്ളൂല, നിനക്ക് കണക്കറിഞ്ഞൂടാ, നിനക്ക് സയൻസ് അറിഞ്ഞൂടാ, നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഇനി നിന്നെ എന്തിനു കൊള്ളുമെന്ന് ചോദിച്ച് ആളടക്കം എന്ത് ചെയ്യുന്നു? അതിജീവിക്കാൻ നിരാശതകൾ വരുമ്പോൾ സത്യസന്ധമായിട്ട് ഏത് മലയാളി, ലോകത്തെ എവിടെയുള്ള ഏത് മലയാളിയും സങ്കടം വരുമ്പോൾ നമ്മൾ വയലാർ ഗാനങ്ങൾ കേൾക്കുകയാണ്, വയലാറിൻ്റെ പാട്ടുകൾ കേൾക്കുകയാണ്. അത് അതിജീവനത്തിൻ്റെ ഊർജ്ജമാണ് നമ്മളെ സംബന്ധിച്ച്. അവർ സമരോജ്വലമായ ഒരു ചരിത്രത്തിൻ്റെ മുഴുവൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭരണി എന്നതിനപ്പുറത്തേക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം നമുക്ക് തന്നത് വയലാർ അടക്കമുള്ള കവികളാണ്. വയലാറിൻ്റെ വലിയ പ്രത്യേകത ഇപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നത്, നമുക്ക് അതിജീവനത്തിനായത് ഓർത്തുകൊണ്ടേയിരിക്കുന്നതിന് കാരണം തീർച്ചയായിട്ടും മനുഷ്യർ കണ്ട ഈ സ്വപ്നമാണ്. മനുഷ്യർക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് കൊടുക്കുക മാത്രമല്ല, മനുഷ്യർക്ക് കാണേണ്ടുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് കവിതയിൽ സ്വപ്നം കാണുകയും ആ സ്വപ്നമാണ് നാളേക്കുള്ള വിഭവം എന്ന് നമ്മളോട് പറഞ്ഞു തരികയും എഴുത്തിലൂടെ പറഞ്ഞു തരികയും ഇപ്പോഴും നമുക്ക് സ്വപ്നം കാണാൻ മരണമില്ലാത്തൊരു കാലത്തെ, എനിക്ക് മരണമില്ല എന്ന് നിസ്സാരമായി പറഞ്ഞു വയ്ക്കുകയല്ല. ഭൗതിക ജീവിതമൊക്കെ അവസാനിച്ച് നമ്മുടെ ജീവിതമൊക്കെ തീരും, നമ്മൾ മരിക്കും. പക്ഷേ എന്തു ചെയ്യുന്നു? നമ്മളിവിടെ ജീവിച്ചതിൻ്റെ ഒരു മുദ്ര, നമ്മളിവിടെ അവശേഷിക്കുന്നതിൻ്റെ ഒരു മുദ്ര, ആ മുദ്രയാണ് അർപ്പിച്ചു പോയിരിക്കുന്നത്. ഐ fall upon the thorns I bleed എന്നൊക്കെ പറയും. ഞാനൊരു മുള്ളിലേക്ക് വീണു, അവിടെ കിടന്ന് ഞാൻ നിലവിളിക്കുന്നു, കരയുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ നിലവിളിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ആ നിലവിളിക്കപ്പുറത്തേക്ക് നാളേക്ക് വേണ്ടി ഒരു നിലവിളി. കവിതകൾ മുഴുവൻ നാളേക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. നമുക്ക് സ്വപ്നം കാണാൻ, നമുക്കൊക്കെ അത് ജീവിക്കാൻ. ഈ കെട്ടകാലത്തെക്കുറിച്ച് വാക്കുകൊണ്ട് സൂചിപ്പിച്ചത് ഇന്ത്യ മുറിയുന്നതിനെക്കുറിച്ച്, ഇന്ത്യയുടെ ഹൃദയം പിളരുന്നതിനെക്കുറിച്ച്, അവിടെ നിന്ന് രക്തം മാറുന്നതിനെക്കുറിച്ച്, പാദമുദ്രകൾ മുതൽ സർഗസംഗീതം വരെ നീടുന്ന കവിതാലോകത്ത് തുടങ്ങുന്നത് അങ്ങനെ ഇന്ത്യ മുറിയുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പാദമുദ്രകൾ ആരംഭിക്കുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉയരുന്ന കരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാദമുദ്രകൾ ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ജീവിതത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ സ്വപ്നം കാണാൻ, നമുക്ക് സ്വപ്നം കാണാം. അങ്ങനെ സ്വപ്നമാണ്, അങ്ങനെ നാളേക്ക് കണ്ടൊരു സ്വപ്നമാണ് മലയപ്പുലയൻ്റെ സ്വപ്നവും. മലയപ്പുലയൻ വാഴ വയ്ക്കുകയായിരുന്നില്ല ചെയ്തത്, മലയപ്പുലയൻ വച്ചത് വാഴയായിരുന്നില്ല, അതൊരു പ്രത്യയശാസ്ത്രമായിരുന്നു, അതൊരു ജനതയുടെ സ്വപ്നമാണ്. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ വയലാറിനെയും കാണുന്നത്. അങ്ങനെ വയലാർ കവിതകളിൽ വിതച്ച, വയലാർ തൻ്റെ കവിതകളിൽ വിത്തിട്ട ഒക്കെ നമ്മൾ കൊയ്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിക്കാത്ത വിളവെടുപ്പാണ്. അത് മനുഷ്യരാശിക്ക്, ലോകമലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉള്ള മലയാളികൾ ഇന്നും കൊയ്തുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ കൊയ്തെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ സ്ത്രീകൾ ഏത് കെട്ട കാലത്തും ഏത് കെട്ട അനുഭവങ്ങൾക്ക് മുമ്പിലും മലയാളിയായൊരു പെണ്ണ്, നേരത്തെ പറഞ്ഞ എല്ലാ സ്വപ്നങ്ങൾ കാണുമ്പോഴും മറുഭാഗത്ത് ഞങ്ങളൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇത് തന്നെ എഴുതാൻ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാനെപ്പോഴും പറയും, കേരളത്തിൻ്റെ പുരോഗതി ഞങ്ങൾ സ്ത്രീകളുടെ നെഞ്ചിൻ കൂടിലെ ഒരുപാട് വേദനകളുടെയും അമർത്തലുകളുടെയും ഞങ്ങളുടെ ദീർഘനിശ്വാസങ്ങളുടെയും മീതെയാണ് നമ്മുടെ എല്ലാ പുരോഗതിയുടെയും വികസനം, ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ പുരോഗതിയുടെയും തേരുരുൾ പായുന്നത്. അങ്ങനെയുള്ള പെണ്ണിനെ
ഇങ്ങനെ കരയുന്ന അമർത്തി കരയുന്ന പെണ്ണിനെ, വെളിയിൽ കരച്ചിൽ വരാൻ നിർവാഹമില്ലാതെ അങ്ങനെ അമർത്തി കരയുന്ന തേങ്ങുന്ന പെണ്ണിനെ കത്രീനയിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. ഐഷയിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. ഇങ്ങനെ രാവണപുത്രിയിലൂടെ നമ്മൾ മുമ്പിൽ കാണിക്കുന്നു. രാവണപുത്രി, നേരത്തെ പറഞ്ഞ ദ്രാവിഡ രാജകുമാരിയായ രാവണപുത്രിക്ക് അപ്പുറത്തേക്ക് അങ്ങനെയും ഒരു രാമകഥ സാധ്യമാണ് എന്ന്, രാമകഥ ഇതേ പാടുള്ളൂ എന്ന് പറയുന്നവരോട് ഒരുപക്ഷെ എന്ന് പറഞ്ഞു വെച്ചു എന്ന് ആലോചിക്കൂ നമ്മൾ. എന്നാണ് രാവണപുത്രി, ഇങ്ങനെയൊരു രാവണപുത്രി സാധ്യമാണ്. രാമകഥയ്ക്ക് 12,000-ലധികം വേർഷൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. എ.കെ. രാമാനുജത്തിന്റെ രാമകഥാ വേർഷൻസിന് അപ്പുറത്തേക്ക് എത്രയോ രാമകഥകൾ. ഈ കഴിഞ്ഞ ദിവസം ചന്ദ്രപതി രാമായണത്തിന്റെ വിവർത്തനം മലയാളിയായ ഗീതാഞ്ജലി വിവർത്തനം ചെയ്തു. ഞങ്ങളുടെ ചങ്ങാതി, ഞങ്ങൾ ക്ലാസ് മുറികളിൽ ചന്ദ്രപതി രാമായണവും മൊല്ലാ രാമായണവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയും സീതയുണ്ടോ, രാവണന്റെ പുത്രിയായൊരു സീത, രാവണന്റെ സഹോദരിയായൊരു സീത, നമുക്ക് അത്ഭുതമാണ്. അങ്ങനെയൊക്കെയുള്ള സീതാ കഥകൾ, സീതായനങ്ങൾ ലോകമെമ്പാടും ഉണ്ടായിരിക്കെ ഇപ്പോൾ നിങ്ങൾ ഒരൊറ്റ രാമനിലേക്ക് മാത്രം നോക്കൂ എന്നും, ആ രാമന്റെ അയോധ്യ മാത്രം കാണൂ എന്നും, ആ രാമന്റെ കൊട്ടാരം മാത്രം കാണൂ എന്നും, അത് മാത്രമാണ് പ്രധാനമെന്നും, ഇനി വേണമെങ്കിൽ കേരളത്തിലെ അടക്കമുള്ള അംഗനവാടികളിൽ നിങ്ങൾക്ക് ആ രാമന്റെയും, വില്ല് കുലച്ചു നിൽക്കുന്ന രാമന്റെയും, നമ്മളൊക്കെ കണ്ടിരിക്കുന്ന രാമൻ സ്ത്രൈണ രൂപത്തിലൊരു രാമനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു ടെലിവിഷൻ സീരിയലിന് ശേഷം രാമൻ്റെയൊക്കെ മുഖമൊക്കെ മാറിയത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അനന്തരഫലം ഇന്ത്യ മഹാരാജ്യത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പാണെന്ന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മഹാനായ വയലാറിനെ ഓർക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു രാമകഥ കൂടിയാണ്, അങ്ങനെ ഒരു സീതാകഥ കൂടിയാണ്, വേറൊരു സീതായനവും വേറൊരു രാമായണവും കൂടിയാണ് ദ്രാവിഡ രാജകുമാരിയായ താടകയെ മുൻനിർത്തി അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വച്ചു തരുന്നത്. എന്നെ പുണ്യാളത്തി ആക്കല്ലേ എന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു മുഴം കയറിൽ അവസാനിച്ച ഒരു പെണ്ണിന്റെ കരച്ചിൽ നിങ്ങൾ അന്വേഷിക്കുന്നതാണ്. എല്ലാ കവിതകളും, മുന്തിയ എല്ലാ കവിതകളും, കവികൾക്കിതൊരു തന്ത്രമാണ്. കവികൾ അവരുടെ എഴുത്ത് രീതി, അവരുടെ നറേഷന്, അവരുടെ ആഖ്യാനത്തെ അവർ പല രീതികൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ പുരോഗമന കലാ സാഹിത്യം സംഘം പ്രവർത്തകർ നമ്മുടെ രൂപഭദ്രതാവാദത്തെ എതിർത്തത്. അന്നത്തെ കാലത്ത് നിന്നുകൊണ്ടാണ്. രൂപവും ഭാവവും തമ്മിലുള്ള ഭദ്രതയെ സംബന്ധിച്ച പഴയ ചോദ്യമാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. മറിച്ച് നിങ്ങൾ അറിയുന്നില്ലേ, കരളരിയുന്ന ഈ കഥ നിങ്ങൾ കേൾക്കുന്നില്ലേ, എനിക്കിത് പറഞ്ഞേ കൂടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീർഘമായ എല്ലാ കവിതകളും. കാണേണ്ടതാണ്. തുടക്കത്തിലെ പാദമുദ്രകൾ മുതലുള്ള ആദ്യകാല കവിതകളിലെല്ലാം തന്നെ കവിതകളിലേക്കും ഇവരുടെ വളർച്ചയിൽ, എഴുത്തുകാർക്ക്, കവികൾക്ക് ഏതറിയും, ഇവരുടെ വളർച്ചയിൽ ഓരോരോ ഘട്ടത്തിൽ അവർ സ്വീകരിക്കുന്നു. അതടക്കം രാഷ്ട്രീയത്തോടു കൂടിയാണ്. എഴുത്തിൽ സ്വീകരിക്കുന്ന, കവിതയിൽ സ്വീകരിക്കുന്ന, എഴുത്തിന്റെ വഴികളിൽ അവർ സ്വീകരിക്കുന്ന വഴികൾ ഓരോന്നും അതിനുള്ളിൽ ഒരു രാഷ്ട്രീയം അടങ്ങിയിരിപ്പുണ്ട് എന്നുകൂടിയാണ്. കരളെരിയുന്ന പെണ്ണിന്റെ കഥ പറയുമ്പോൾ, കരളെരിയുന്ന മനുഷ്യന്റെ കഥ പറയുമ്പോൾ, വേദനയുടെ കഥ പറയുമ്പോൾ, വേദനയിൽ നിന്നാണ് ഏറ്റവും നല്ല പാട്ടുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാവുള്ളൂ. ലോകത്ത് ഏറ്റവും മനോഹരമായ പാട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അകം മുറിയുന്ന, ഉള്ളുമുറിയുന്ന വേദനയിൽ നിന്നാണ്. നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് അനുഭവത്തിന്റെ ഒരു ലോകമുണ്ട് എന്ന്, ആ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാടിയ കവികളാണ് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചത്. നെറൂദ മുതലുള്ള കവികൾ അങ്ങനെയാണ് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചത്. ഒരു ജനതയുടെ മുഴുവൻ വേദനയും എൻ്റെ വേദനയായിട്ട്, എൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ വേദന എൻ്റെ വേദനയായിട്ട്, അങ്ങനെ നെഞ്ചേറ്റുന്ന വേദനകളെ മുഴുവൻ പാട്ടായി നമുക്ക് തരികയാണ് ചെയ്തത്. അങ്ങനെ പാടുന്ന എല്ലാ പാട്ടും വേദനയുടെ മഹാഗാനങ്ങളല്ല. എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. നമ്മൾ വീണ്ടും പരിശോധിക്കണം. വയലാറിനെ ഇന്നലെ വരെ വായിച്ചതുപോലല്ല ഇനി നമ്മൾ ഇക്കാലത്ത്, പ്രത്യേകിച്ച് ഈ കെട്ടകാലത്ത്, ഇന്ത്യയെ ഒന്നായിട്ടല്ല രണ്ടായിട്ടല്ല പലതായിട്ട് മുറിക്കാൻ വ്യഗ്രത പൂണ്ട് നടക്കുന്ന ഈ രാഷ്ട്രീയ ധുരന്ധരന്മാർ, ആ വാക്കിനപ്പുറത്തേക്കൊന്നും മലയാളീകരിച്ചാൽ ശരിയാവാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വാക്ക് കടകടവെടുക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കേരളത്തെ കേരളമായി നിലനിർത്താൻ നിശബ്ദരായ, ശബ്ദമില്ലാത്ത കോടാനുകോടി ഇന്ത്യയിലെ മഹാമനുഷ്യർക്ക് വേണ്ടി, അപ്പോഴാണ് നമ്മൾ വയലാറിനെ ഇന്നലെ വരെ വായിച്ച വിധത്തിലല്ലാതെ നമുക്ക് പുതിയ വായനയിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ അങ്ങനെ ചില കാലങ്ങൾ വേണ്ടി വരും. അപ്പോൾ കർമ്മധീരരായ കവികൾ, എല്ലാ കവികളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, കർമ്മധീരരായ കവികൾക്ക് അത്തരം ചില ചങ്ങല പൊട്ടിച്ചെറിയൽ കുതറിച്ചാട്ടങ്ങൾ ഉണ്ടാവും. അങ്ങനെ കുതറിച്ചാടിയ മലയാളത്തിലെ വളരെ കുറച്ച് കവികളിൽ ഒരാളാണ് വയലാർ രാമവർമ്മ എന്ന് പറയാനാണ് അദ്ദേഹത്തിൻ്റെ വായനക്കാരിയായ, പാട്ട് കേൾക്കുന്ന ഈ നാടിൻ്റെ തന്നെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് എന്നെ സംബന്ധിച്ച് ഈ വള്ളിക്കാവിലേക്കും ഇങ്ങോട്ടുമൊക്കെ ഉള്ള വരവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെന്ന നിലയിൽ, ഈ മണ്ണിൻ്റെ ചൂടും ചൂരും അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആദ്യം തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, രാപ്പാടി പാട്ട് നിർത്തി പാട്ടുപാടി അവസാനിപ്പിച്ചു പോയി. പക്ഷെ രാപ്പാടി ആ നൈറ്റിംഗേയിൽ പാടി വച്ച
എല്ലാ വരികളും വാക്കുകളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുകയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മനുഷ്യരാശിയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ, മനുഷ്യരാണ് മനുഷ്യരുടെ ഭാവി നിശ്ചയിക്കുന്നത്. മനുഷ്യ സമൂഹമാണ്. വേറൊരു ജന്തു ജീവജാലങ്ങൾക്കും ആ കഴിവില്ല. മനുഷ്യരുടെ പ്രത്യേകത അവർ തന്നെയാണ് അവരുടെ ഭാവി നിശ്ചയിക്കുന്നത്. അവർ തന്നെയാണ് നാളേക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. അതിനുള്ള ഉപാധിയാകട്ടെ, ഒരുപക്ഷെ അതിൻ്റെ ഉപകരണവും അതിൻ്റെ പരിമിതിയും എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയാണ്, മനുഷ്യൻ്റെ ഭാവനയാണ്. സ്വപ്നം കാണാനുള്ള കഴിവ് കവിക്ക് മാത്രമല്ല ഭാവന, നമുക്ക് സാധാരണ മനുഷ്യർക്കൊക്കെ ഭാവന ചെയ്യാൻ കഴിവുണ്ട്, നാളെ കാണാൻ കഴിവുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്ന നാളെയാണ് നമുക്ക് വേണ്ടി ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾക്കപ്പുറത്ത്, കവി ക്രാന്തദർശി എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്, ഒരുപാട് കാലങ്ങൾക്കപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കില്ല ഒരുപക്ഷെ വയലാർ അങ്ങനെ എഴുതിയത്. അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ അതിജീവിക്കും എന്ന ചോദ്യം ചോദിക്കാൻ മഹാകവികൾക്കേ കഴിയുള്ളൂ. നെരൂദ മുതലുള്ളവരെല്ലാം അങ്ങനെ സ്വപ്നം കണ്ടവരാണ്. അങ്ങനെ മലയാളിക്ക് വേണ്ടി, ഇവിടെ ജീവിക്കുന്ന, ഈ മണ്ണിൽ ജീവിക്കുന്ന മലയാളിക്ക് വേണ്ടി നാളത്തെ കേരളത്തെ സംബന്ധിച്ച്, നാളത്തെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചൊക്കെ സ്വപ്നം കാണുകയായിരുന്നു വയലാർ ചെയ്തത്. ആ സ്വപ്നമാണ്, അതിജീവനത്തിനുള്ള ഊർജ്ജമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സംഭരിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ആയിഷ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, താടക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, കത്രീന നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ പുണ്ണാളത്തി ആക്കരുത് എന്ന് തൂങ്ങിക്കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന, കയറിൽ തൂങ്ങിക്കിടക്കുന്ന ഒരുവൾ തലേ രാത്രിയിൽ എഴുതി വെച്ച് നമ്മളോട് യാത്ര പറഞ്ഞു പോയത്. ആ കവിതയൊക്കെ എടുത്ത് വീണ്ടും വായിക്കേണ്ടതുണ്ട്, വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വൈക്കംകായലിൽ ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന പെൺകിടാവ് കൊല്ലത്ത് ഒരു സമ്മേളനത്തിൽ അദ്ദേഹം വായിക്കാൻ വേണ്ടി എഴുതിയ വരികളാണത്. അതവിടെ വായിച്ചു കഴിഞ്ഞ് അവരെല്ലാവരും അത് ഏറ്റുപാടുകയും ഒക്കതിന് ശേഷം കൊല്ലത്തെ ആ സമ്മേളനത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായി. പിന്നീട് മുഴുവൻ ജനങ്ങളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വയലേലകളിലെ കർഷക പെൺകുടികൾക്ക് വേണ്ടി എഴുതിയെന്ന് അദ്ദേഹം പറയുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളി സ്ത്രീകൾ മുഴുവൻ അത് ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ഇവിടെ അവരവരുടെ മണ്ണിൽ നിന്നുകൊണ്ട്, ഈ മണ്ണിൽ നിന്നുകൊണ്ട്, അതൊരു സത്യസന്ധതയാണ്, ഈ മണ്ണിൽ നിന്നുകൊണ്ട്, ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുകയല്ല, അതിൽ ഊറിക്കൂടിയിട്ടുള്ള എല്ലാത്തരം സങ്കല്പങ്ങളും. അത് കവിതയുടെ ശീലം മാത്രമല്ല, കവിതയുടെ ശീലം എന്നാൽ മനുഷ്യാധ്വാനത്തിന്റെ ശീലാണ്. കവിതയുടെ താളം എന്നാൽ മനുഷ്യാധ്വാനത്തിന്റെ താളമാണ്. കവിതയുടെ താളം എന്നാൽ അതിൻ്റെ ഇവിടെ ജീവിക്കുന്ന മഹാമനുഷ്യരുടെ നിശ്വാസമാണ്. അതുകൊണ്ടാണ് താളബദ്ധമാകുമ്പോൾ നമ്മളിങ്ങനെ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് വയലാറിനെ മറക്കാത്തത്. നമുക്ക് നമ്മുടെ ഹൃദയതാളമാണ്. വയലാർ പോയാലും വയലാർ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരുടെ ജീവതാളം തൻ്റെ കവിതയിൽ സന്നിവേശിപ്പിച്ച് വെച്ചിരിക്കുന്നത് ലോകത്തെവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു വിശ്വപൗരനെന്നോ ലോക മനുഷ്യനെന്നോ ഒക്കെ വിളിക്കാവുന്ന തരത്തിലേക്ക് മലയാളിയുടെ, വെറും ഈ ഒരു ചെറിയ കേരളം, ഇത്രയും പ്രദേശത്ത് ജീവിക്കുന്ന മലയാളിയുടെ ജീവിതത്തെ ലോകത്തെവിടെയൊക്കെ ഉള്ള മലയാളിയുണ്ടോ അവരൊക്കെ ഓർക്കുന്ന തരത്തിലേക്ക് വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് സങ്കട കഥകളൊക്കെ ഉള്ളപ്പോൾ മറുഭാഗത്ത് അതിജീവനത്തിൻ്റെ, പ്രണയോർജ്ജത്തിൻ്റെ പാട്ടുകൾ, ഇത് രണ്ടും ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. മലയാളി പെണ്ണിന് കുടമല്ല പൂചൂടുന്ന മാത്രമല്ല, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഐഷേ എന്ന് പറയുന്ന വേദന തിന്നും സമൂഹത്തിൽ നിന്ന് വേരോടെ ചീന്തിയെടുത്ത ഒരുപിടിയായ കവിതകളും രചനകളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടുകൂടിയാണ്. ഈ ഇരുപുറവും സന്തുലനത്തോടുകൂടി ഇരുപുറവും ചേർത്ത് വെച്ചുകൊണ്ട് മഹാമനുഷ്യർ നിർമ്മിച്ച ഇത്തരം സ്വപ്നങ്ങളാണ് മനുഷ്യരാശിയെ അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം എഴുതിയ പോലെ, ഒരു പൂ വിരിയാതെ ഒരു കായ് വിരിയുന്നില്ല എന്നതുപോലെ അങ്ങനെയുള്ള പാട്ടുകൾ, ഉച്ചത്തിലുള്ള ഈ പാട്ടുകളും ഉച്ചത്തിൽ ഉയരുന്ന കൈകളും, നേരത്തെ പറഞ്ഞ മുഷ്ടി, ഉച്ചത്തിൽ ഉറക്കെ ഉയരുന്ന മുഷ്ടികളും ഉയരുന്ന പാട്ടുകളും ലോകത്തെ നമ്മളെപ്പോലുള്ള മനുഷ്യരെ, അധ്വാനിക്കുന്ന മനുഷ്യരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വപ്നം കാണാനാണ് ഇപ്പോൾ നമ്മളെ ഇങ്ങനെ വേർതിരിക്കാനായി, നമ്മളെ പല ചേരികളിലായിട്ട് വേർതിരിക്കാൻ നടത്തുന്ന മഹാശ്രമങ്ങൾക്കിടയിൽ മനുഷ്യരെ ഒന്നിച്ചു നിർത്താൻ, ചേർത്ത് നിർത്താൻ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്ന ഏക കാര്യം പാട്ടുകളാണ്. ഹൃദയം കൊണ്ട് സമ്മതിക്കുന്ന ആ പാട്ടുകളാണ് നമ്മളിപ്പോൾ ഈ വേദികളിൽ പാട്ട് മത്സരമായിട്ട് മാറുന്നത്. ഒരാൾക്ക് ഹൃദയം കൊണ്ട് അന്യോന്യം സംസാരിക്കാനുള്ള, ഹൃദയത്തോട് സംസാരിക്കാനുള്ള ഏക ഉപാധി പാട്ടുകളാണ്. പാട്ടുകളുടെ അടിത്തറ സംഗീതവുമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മൃത്യുവെ അതിജീവിക്കാൻ, പ്രായത്തെ അതിജീവിക്കാൻ, രോഗങ്ങളെ അതിജീവിക്കാൻ പാട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ്. ഇത് കേവലം പാട്ടായതുകൊണ്ട് മാത്രമല്ല, പാട്ടിനുള്ളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞ വേദനകൾ, ആ വേദനയ്ക്കപ്പുറത്തേക്ക്, വേദന മാത്രമായിട്ട് ചങ്ങമ്പുഴ നിന്നപ്പോൾ വേദനകൾക്കപ്പുറത്തേക്ക് ഇതിനെ അതിജീവിക്കാനുള്ള
സമരോർജത്തിൻ്റെയും സമരോത്സുകമായൊരു സഞ്ചാരത്തിൻ്റെയും വലിയ പാത തുറന്നിട്ട് പോയ പ്രിയപ്പെട്ട രാപ്പാടിയെ ഓർത്തുകൊണ്ട് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും എൻ്റെ അഭിമാനവും. തീർച്ചയായിട്ടും എത്ര ക്ലേശമുണ്ടെങ്കിലും ഇവിടേക്ക് വരുന്ന വഴി, ഇവിടേക്ക് തുറക്കുന്നൊരു വഴി അനേക വഴികളില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ വയലാറിലേക്ക്. വയലാറിലേക്ക് ഒരൊറ്റ വഴിയുള്ള ആ വഴി തെറ്റാതെ നമ്മളിവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നമുക്ക് തെറ്റില്ല, കേരളീയർക്ക് തെറ്റില്ല എന്നുള്ളതാണ്. രാപ്പാടി പാടി വെച്ച പാട്ടുകൾ നാളത്തെ കേരളത്തെ, കുറച്ചുകൂടി മെച്ചപ്പെട്ട കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഊർജ്ജമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്ത പ്രഭാഷണം മുരളീധരൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിദ്വാൻ കെ രാമകൃഷ്ണൻ, പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് എം കെ ഉത്തമൻ, ഇവിടെ മനോഹരമായൊരു പ്രഭാഷണം നിർവഹിച്ച് വേദിയിൽ നിന്ന് വിട്ട ഡോക്ടർ ജി എസ് പ്രദീപ്, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും സഹപ്രവർത്തകനും കൂടിയായ ശ്രീ ആലങ്കോടി ലീലാകൃഷ്ണൻ, ബഹുമാനിയായ ഒലീന ടീച്ചർ, വയലാറിൻ്റെ വിപ്ലവവീര്യം സിരകളിലും വയലാറിൻ്റെ ഗാനങ്ങൾ മനസ്സിലും നിറച്ചുകൊണ്ട് ഈ സായനത്തിന് സാക്ഷിയാകാനെത്തിയ പ്രിയപ്പെട്ട ജനങ്ങളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ ശ്രീ വിദ്വാൻ രാമകൃഷ്ണൻ അദ്ദേഹം ഒരു പാട്ടിനെക്കുറിച്ച് പറഞ്ഞു, ബലികുടീരങ്ങളെ എന്ന പാട്ട്. വയലാറിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, വയലാർ രക്തസാക്ഷികളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ എപ്പോഴും ഉയർന്നു വരുന്ന അമിതമായ ആവേശം നിറക്കുന്ന ഒരു പാട്ടാണ് ബലികുടീരങ്ങൾ എന്ന പാട്ട്. ഈ പാട്ടിൻ്റെ ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളിലേക്ക് കടക്കാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1887 ശിപ്പായി ലഹളയുടെ സ്മാരകത്തിനായി തിരുവനന്തപുരത്ത് ഒരു പാളയം രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചപ്പോൾ 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് പാടാൻ വേണ്ടി വയലാർ എഴുതിയ ഗാനമാണ് ബലികുടീരങ്ങൾ എന്ന ഗാനം. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാൽ ഇന്നത്തെ പോലെ അന്നും സെൻസറിങ് ഉണ്ടായിരുന്നു എന്ന സത്യം ചരിത്രത്തിൽ നമുക്ക് അറിയാം. ആ പാട്ടിൻ്റെ അവസാനം ഇന്നിതാ പുതിയ ചെങ്കൊടി ഏന്തി എന്ന് വയലാർ എഴുതിയപ്പോൾ ഈ പാട്ട് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ആലപിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ആ വരി തിരുത്തണം എന്നായിരുന്നു കേന്ദ്ര അധികൃതരുടെ നിർദ്ദേശം. അത് വലിയ വാദപ്രതിവാദങ്ങൾക്കിടയാക്കി. അതിലേറ്റവും കൂടുതൽ ക്ഷുഭിതനായത് അന്നവിടെ നാടകം അവതരിപ്പിക്കാനെത്തിയ പൊൻകുന്നം വർക്കിയായിരുന്നു. ആ വേദിയിൽ പൊൻകുന്നം വർക്കിയുടെ കർണൻ എന്ന നാടകം അരങ്ങേറാനുണ്ടായിരുന്നു. അപ്പോൾ പൊൻകുന്നം വർക്കി ഒരു തരത്തിലും ഈ നിർദ്ദേശത്തോട് യോജിക്കരുത് എന്നതിൻ്റെ സംഘാടകരോടും വയലാറിനോടും ആവശ്യപ്പെട്ടു. പക്ഷേ അതിൽ തന്നെ ചരിത്രത്തിൽ 2 വകഭേദങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, തൽക്കാലത്തേക്ക് പൊൻകൊടി ഏന്തി എന്ന് പാടിയാണ് അവിടെ അവതരിപ്പിച്ചത്. അതിനുശേഷം KPSCയുടെ വേദികളിൽ ചെങ്കൊടി ഏന്തി എന്ന് പാടിക്കൊണ്ട് ആ ഗാനം മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ വയലാറിൻ്റെ ഒരു വാക്ക്, അദ്ദേഹത്തിൻ്റെ വരികളിലെ ഒരു പ്രയോഗം അധികാരവർഗത്തെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു ആ പാട്ടിലെ വരികളിലെ ഒരു വാക്ക് മാറ്റണമെന്ന നിർദ്ദേശം. 1987 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലേറുന്നതിൻ്റെ കാരണക്കാരായ ഒരുപാട് നവോത്ഥാന നായകർ, ഒരുപാട് വിപ്ലവകാരികൾ, ഒരുപാട് തൊഴിലാളി സമരങ്ങളുടെ നായകന്മാർ, അവരുടെ ഒപ്പം മലയാളിയുടെ മനസ്സിൽ വിപ്ലവ വീര്യം നിറക്കുകയും അത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉദയത്തിനായി സഹായിക്കുകയും ചെയ്ത അതുല്യനായ കവി കൂടിയായിരുന്നു വയലാറിനതിൻ്റെ സൂചനയാണ്, ദൃഷ്ടാന്തമാണ് വയലാറിൻ്റെ ആ വരികൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അതാ പാട്ടിൻ്റെ ചരിത്രം. വയലാറിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ പ്രശസ്തനായൊരു സാഹിത്യ വിമർശകൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്കുകളുണ്ട്: ഒരു ജനതയുടെ സാംസ്കാരിക സ്വത്വത്തിൻ്റെ ഭാഗമാവുക എന്നത് ഒരു എഴുത്തുകാരൻ്റെ ജന്മസാഫല്യമാണ് എന്ന്.
ഇക്കാര്യത്തിൽ വയലാർ വിജയിച്ചിരിക്കുന്നു. മലയാളിയുടെ സാംസ്കാരിക സ്വത്വത്തിൻ്റെ ഭാഗമാണ് വയലാർ രാമവർമ്മ എന്ന കവി. കാരണം അദ്ദേഹത്തിൻ്റെ ചരമത്തിൻ്റെ 50-ാം വാർഷികമാണിത്. എന്നാൽ 975 ശേഷമുള്ള ഈ കഴിഞ്ഞ 50 വർഷങ്ങളും കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഒക്ടോബർ 27 എന്നൊരു ദിനമുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ വയലാർ രാമവർമ്മ എന്ന് പറയുന്ന അനശ്വരനായ കവിയെ, അനശ്വരനായ ഗാനരചയിതാവിനെ, കേരളത്തിൻ്റെ വിപ്ലവ നഭസിൽ മിന്നിജ്വലിച്ചു നിന്ന സാംസ്കാരിക പ്രതിഭയെ മലയാളി ഓർക്കുന്നുണ്ട്. അനുസ്മരണങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും കവിതകളും ആലപിക്കപ്പെടുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് എല്ലാ മലയാളിയുടെ മനസ്സിലും അവൻ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും പറയാറുണ്ട്, അയ്യപ്പനെ പാടി ഉറക്കുന്നതും ഗുരുവായൂരിനെ ഉണർത്തുന്നതും ഒക്കെ തന്നെ ഗാനങ്ങളാണ് എന്ന് പറയുന്നത് പോലെ വയലാറിൻ്റെ ഗാനങ്ങളാണ് എല്ലാ മലയാളിയുടെ മനസ്സിനെയും ഉണർത്തുന്നതും ഉറക്കുന്നതും. അവൻ്റെ യൗവന സ്വപ്നങ്ങളിൽ തീ നിറക്കുന്നതും പ്രണയത്തിൽ തീ പടർത്തുന്നതും അവൻ്റെ വിരഹത്തിന് അവന് ഒരു സാന്ത്വനമാകുന്നതും അവൻ്റെ ചിന്തകൾക്ക് വലിയ വലിയ ദർശനങ്ങൾ നൽകുന്നതും ഒക്കെ തന്നെ വയലാറിൻ്റെ കവിതകളാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒരുപക്ഷെ വയലാറിൻ്റെ കൃത്യമായ പ്രത്യയശാസ്ത്ര നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ആശയബോധ്യങ്ങളും ദാർശനികമായ ഉൾക്കാഴ്ചയുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ ഇത്ര കണ്ട് കേരളത്തിൽ ഇന്ന് വരെ പ്രസക്തമാക്കി നിർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ ആർക്കും കവിത എഴുതാം. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഇഷ്ടംപോലെ കവിതകൾ വായിക്കുന്നുണ്ട്. സ്വന്തമായ നിലപാടുകളില്ലാത്ത, പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളില്ലാത്ത ആളുകൾ കവികളായി രംഗത്ത് വരുന്നൊരു കാലഘട്ടമാണിത്. സ്വന്തമായ നിലപാടുകളില്ലാത്തവർ എല്ലാവരെയും വിമർശിക്കുന്ന കാലഘട്ടമാണ്. ആരെയും വിമർശിക്കാം. സ്വന്തം വീട്ടിനകത്തിരുന്ന്, സ്വന്തം മുറിക്കുള്ളിലിരുന്ന് പുറത്തിറങ്ങാത്ത ആളുകൾ സമൂഹത്തെ വിമർശിക്കുന്ന കാലം, കവിത എഴുതുന്ന കാലം. ആ കാലഘട്ടത്തിലാണ് കൃത്യമായ പ്രത്യയശാസ്ത്ര ബോധ്യത്തോടുകൂടി കവിതകൾ എഴുതിയ വയലാറിൻ്റെ കാവ്യസബരിയുടെ സവിശേഷത നാം തിരിച്ചറിയേണ്ടത്. ഒരുപാട് സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇന്നിപ്പോൾ നമുക്കറിയാം, ലോകം വലിയൊരു യുദ്ധത്തിൻ്റെ വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ 66,000 മനുഷ്യർ പിടഞ്ഞു വീഴുകയും 23,000 കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയും ചെയ്യുമ്പോൾ വയലാറിൻ്റെ പ്രശസ്തമായ കവിതകളിലെ മതം എന്ന സങ്കല്പത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മതം ഹാ നിങ്ങൾക്കെനിയും കാട്ടാളത്തത്തിൻ മതാന്ധ വികൃതികൾ നിർത്തി തമ്മിൽ പുനരാറായില്ലേ എന്നാണ് വയലാർ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരട് വലിക്കാർ എന്ന് പറയുന്ന കവിതയിൽ മതങ്ങളോട് പറയുന്നുണ്ട്, നിർത്തൂ നിങ്ങളുടെ ഈ ചരട് വലി കൊണ്ട് നിങ്ങൾ മനുഷ്യനെ തമ്മിലടിപ്പിക്കുകയാണെന്നാണ് ചരട് വലിക്കാർ എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മതം എങ്ങനെയാണ് അധികാരത്തോട് ചേർന്നുകൊണ്ട് ലോകത്ത് കൊലവിളി നടത്തുന്നത്, ഇസ്രായേലും പലസ്തീനും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ ഇറാഖ് യുദ്ധത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ലോകമെമ്പാടും എങ്ങനെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നതിൻ്റെ ആഴത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാത്തിൻ്റെയും അടിയിൽ മതം ഒരു ശക്തിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റൊരു കവിത നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇരുളിൻ ചുരുളുകൾ വന്നിറങ്ങി നരലോക സംസ്കാര വീഥികളിൽ അലറിച്ചിരിച്ചു കഴുത്തറക്കാൻ അറുകൊലക്കൂട്ടങ്ങൾ പാഞ്ഞുപോയി എന്ന്. മനുഷ്യന്റെ സംസ്കാര വീഥികളിൽ ഇരുട്ടിൻ്റെ ശക്തികളായി ഈ മതശക്തികൾ വന്നിറങ്ങുകയും അത് പരസ്പരം കഴുത്തറക്കാൻ വേണ്ടി പാഞ്ഞു പോവുകയും ചെയ്യുന്ന ദൃശ്യം അദ്ദേഹം തൻ്റെ കവിതകളിൽ വിവരിക്കുന്നുണ്ട്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ, നേരത്തെ പറഞ്ഞ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഗാനമടക്കമുള്ള ഗാനങ്ങളിലടക്കം അദ്ദേഹം മതത്തിൻ്റെ തീക്ഷ്ണമായ ചില വിഷലിപ്തമായ വശങ്ങൾ, അദ്ദേഹം മതത്തിൻ്റെ സാരാംശത്തെ തള്ളിപ്പറഞ്ഞ ഒരു കവിയല്ല വയലാർ. പക്ഷേ മതത്തിൻ്റെ സാരാംശത്തെ, അതിൻ്റെ മാനവികതയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന നൃശംസതകളെ തള്ളിപ്പറയാനും അവയെ തുറന്നു കാണിക്കാനും വയലാർ ശ്രമിച്ചു. കാരണം വയലാറിൻ്റെ തത്വശാസ്ത്രം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നോവുമാത്മാവിനെ സ്നേഹിക്കുന്ന തത്വശാസ്ത്രമായിരുന്നു. വയലാറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നമുക്കറിയാം, ശാസ്ത്ര സത്യങ്ങൾ കവിതകളിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുക. കവിതകൾ എപ്പോഴും ആത്മഭാഷണങ്ങളാണ്, പ്രണയഭാഷണങ്ങളാവാം, ചിന്തകളാവാം. പക്ഷേ കവിതകളിൽ ശാസ്ത്ര തത്വങ്ങൾ എങ്ങനെയാണ് സന്നിവേശിപ്പിക്കുക? വയലാർ അത് മനോഹരമായി സന്നിവേശിപ്പിച്ചു എന്ന് മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ അജയ്യതയെ വിളിച്ചു പറഞ്ഞു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചക്രവാളത്തിൽ മതിൽക്കെട്ടിന്മേൽ കൈയും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ എന്ന കവിത, ഒരുപക്ഷെ ഇന്ന് നാം അതിനെ മറിച്ച് ചിന്തിക്കാൻ ഒരു വഴിയുണ്ട്. കാരണം ഇന്ന് മനുഷ്യൻ പ്രകൃതിക്ക് മേലെയല്ല, പ്രകൃതിക്ക് താഴെയാണ് എന്നും പ്രകൃതിയാണ് വലുതുമെന്നും പറയുന്ന ഒരു പരിസ്ഥിതി രാഷ്ട്രീയം
നമ്മുടെ ലോകത്ത് എമ്പാടും പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു. 1970-കളിലാണ് പരിസ്ഥിതി രാഷ്ട്രീയം ലോകത്ത് വരുന്നത്. ഒരു പക്ഷെ അതിനു മുമ്പ് വയലാർ എഴുതിയ കവിത, വയലാർ ആ കാലഘട്ടത്തിൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയമല്ല ചിന്തിച്ചത്, മറിച്ച് ലോകത്തിൽ മനുഷ്യന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും പട്ടിണിയും അവന്റെ കീഴ്പ്പെടലുകളും മനുഷ്യൻ എങ്ങനെയാണ് ചവിട്ടിമെതിക്കുന്നത് എന്ന് കണ്ട് ആ ഉൾക്കാഴ്ചയോട് വയലാർ മനുഷ്യന്റെ അജയ്യതയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ ചക്രവാളത്തിന്റെ മതിൽക്കെട്ടിൽ കയ്യും കുത്തി നിന്ന് ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭ്രമണം നിയന്ത്രിക്കും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അജയ്യതയെ വാഴ്ത്തി പറഞ്ഞു. അതുപോലെ ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ അദ്ദേഹം തന്റെ കവിതയിൽ സന്നിവേശിപ്പിച്ചു. 1928-ലാണ് വയലാർ ജനിക്കുന്നത്. വയലാർ ജനിച്ച് 2 വർഷത്തിന് ശേഷം ജനിച്ച വ്യക്തിയാണ് ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന വ്യക്തി. വയലാർ ഒരു കവിത എഴുതിയത്, ചന്ദ്രനെ കുറിച്ച് ഒരു കവിത എഴുതിയത്, ചന്ദ്രനിൽ മനുഷ്യനെത്തുന്ന സങ്കല്പം കവിതയിൽ ആവിഷ്കരിച്ചത് 1954-ലാണ്. ഞാൻ എത്താതിരിക്കില്ല നിന്നെടുത്തൊരിക്കലായി നീ കാത്തിരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. അതായത് ചൊവ്വയിൽ വഴിയുന്ന ചെമ്പഴുക്കയും വാനിന്റെ ചൂളയിൽ നീട്ടിയ ചുണ്ണാമ്പുമായി അമ്പിളി താമ്പാളം നീട്ടി നീ നിൽക്കേ, ഞാനത് സ്വീകരിക്കും, അത് മുറുക്കി ചക്രവാളത്തിലേക്ക് നീട്ടിത്തുപ്പും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയലാർ പിന്നെ പറയുന്നത്, ഞാനെടുത്തതിരിക്കില്ല നിന്നെടുത്ത് ഒരിക്കൽ, ആ നല്ല നാളേക്കായി കാത്തിരിപ്പൂ ദൂരെ. ഈ പറഞ്ഞ വയലാർ ഈ കവിത എഴുതുന്നത് 1954-ലാണെങ്കിൽ 1969-ലാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത്. 15 വർഷത്തിന് ശേഷം ഒരു വയലാറിന്റെ ദീർഘദർശനം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങാൻ വേണ്ടി നാസയോ അമേരിക്കയോ ആലോചിക്കുന്നത് ആ കാലഘട്ടത്തിന് മുമ്പ് തന്നെ മനുഷ്യൻ ചന്ദ്രനിലെത്തുന്ന ഒരു വലിയ കാലത്തെ, ഒരു വലിയ ശാസ്ത്ര നേട്ടത്തെ സ്വപ്നം കണ്ട കവിയായിരുന്നു വയലാർ. കാരണം വയലാറിന്റെ ആ ശാസ്ത്രീയമായ വീക്ഷണത്തെ നമുക്ക് ഒരുപാട് കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സർഗസംഗീതം എന്ന് പറയുന്ന കവിത, സർഗസംഗീതം എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട്. നേരത്തെ സർഗസംഗീതത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. വാളല്ലൻ സമരായുധം എന്ന് പറഞ്ഞ കവിതയിൽ ഞാൻ എൻ്റെ കരവാള വിറ്റ് വീണ വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ അത് വയലാർ ആലങ്കാരികമായി പറഞ്ഞതാണ്. ഇന്നും സാംസ്കാരിക പ്രവർത്തകർ, ഞങ്ങളടങ്ങുന്ന സാംസ്കാരിക പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്, കവികളുടെ ആയുധം വാളല്ല വാക്കുകളാണ്. ഈ അടുത്ത കാലത്ത് എം ലീലാവതി ടീച്ചർ അവരുടെ ഒരു പ്രശസ്തമായ ലേഖനത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. വേർഡ്സ് നോട്ട് സോഡ്സ്, അതാണ് വാളുകളല്ല വാക്കുകളാണ് കവിയുടെ ആയുധം. ഈ കവികൾ അവരുടെ ഈ വാക്കുകൾ കഴിയും വിധം വീശി ഈ ലോകത്തിന്റെ നരക നിർമ്മാണത്തെ തടയാൻ പാടുപെടുന്നു. അതാണ് കവികളുടെ ധർമ്മമെന്ന് ഈ അടുത്ത ദിവസം ലീലാവതി ടീച്ചർ അവരുടെ ഒരു ലേഖനത്തിൽ എഴുതി. ഇത് തന്നെയാണ് വയലാർ പറഞ്ഞത്, തൻ്റെ ആയുധം കരവാളല്ല മറിച്ച് വീണയാണ് എന്ന് പറഞ്ഞത്. ആ വീണ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ കഴിയുന്നത്, അതാണ് ഹൃദയത്തിൽ ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയുന്നതാണ് കവിത. അങ്ങനെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സമൂഹത്തെ മാറ്റാൻ കവിക്കും എഴുത്തുകാരനും കഴിയുക. ഒരു വശത്ത് രാഷ്ട്രീയ പ്രവർത്തകരോ പോരാട്ടം നടത്തുന്ന വിപ്ലവകാരികളോ സമൂഹത്തിൽ പോരാട്ടങ്ങൾ നടത്തട്ടെ, സമാന്തരമായി ഞങ്ങൾ കവികൾ, കലാകാരന്മാർ എഴുത്തുകൊണ്ട്, സർഗസപര്യ കൊണ്ട് ഈ മനുഷ്യന്റെ മനസ്സുകളെ മാറ്റാൻ ശ്രമിക്കുമെന്നാണ് വയലാർ പറഞ്ഞത്. അപ്പൊ അതിന് വിമർശനം ഉണ്ടായി. അപ്പൊ വയലാർ വീണ്ടും പറഞ്ഞു, കരവാള് വിറ്റ് ഞാൻ മണിപ്പൻ വീണ വാങ്ങിയത് നാട്ടിൽ ഉറക്കും പാട്ടും പാടി സഞ്ചരിക്കാനല്ല, കാറ്റടിച്ചിടക്കുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. അത് കൃത്യമായി അത്തന്റെ രാഷ്ട്രീയം പറഞ്ഞു. എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ കവിത വയലാറിനെ ഇങ്ങനെ വിമർശിക്കാൻ കാരണമുണ്ട്. കാരണം വയലാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ സഞ്ചരിക്കുകയും തൻ്റെ പാട്ടുകൾ കൊണ്ടും കവിതകൾ കൊണ്ടും ആളുകളെ ഈ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുകയും ചെയ്ത ഒരു കവിത വഴിമാറിപ്പോകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായി. ഇന്നും അങ്ങനെയുണ്ട്. കാരണം ഇടതുപക്ഷത്തോട് സഞ്ചരിക്കുന്ന ഒരു കവിയെ അയാളിതാ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ചായുന്നു എന്ന് വിമർശിക്കുന്ന ആളുകൾ, അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനം. ആ വിമർശനത്തിനാണ് എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിതയിലൂടെ വയലാർ കൃത്യമായി അതിന് മറുപടി പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ കാഴ്ചപ്പാട്, ഇന്നിപ്പോൾ നമുക്കറിയാം ലോകം ഒരു പണാധിപത്യത്തിന്റെ കോർപ്പറേറ്റ് കാലഘട്ടത്തിലാണ് ലോകം നീങ്ങുന്നത്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്നവർ രാഷ്ട്ര നേതാക്കളല്ല, മറിച്ച് കോർപ്പറേറ്റുകളാണ്. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്, നമ്മുടെ സംസ്കാരത്തെ അടക്കം നിർണ്ണയിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. പണാധിപത്യത്തിന്റെ ഈ കാലഘട്ടത്തിലാണ് വയലാറിന്റെ ഒരു പ്രധാനപ്പെട്ട കവിത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വയലാറിന്റെ കവിതയിൽ സർഗശക്തിയായ ഒരു കുതിരയാണ് വിട്ടയക്കുന്നത്.
വിശ്വസംസ്കാര വീഥിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വയലാർ പറയുന്നു, ഞാനിവിടെ വിട്ടയക്കുന്നത് ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വയലാർ തൻ്റെ അശ്വമേധം നടത്തുന്നത് വിശ്വ സംസ്കാര വീഥിയിലാണ്. കമ്പോളത്തിലോ അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമിയിലോ വിഹരിക്കുന്ന പുതിയ ലോകത്തോട് നമുക്ക് വീണ്ടും പറയാനുള്ളതാണ്, വിശ്വ സംസ്കാരത്തിൻ്റെ വീഥിയിലാണ് നാം അശ്വമേധം നടത്തേണ്ടത്. അവിടെ അശ്വമേധം നടത്തുന്നതിന് നാം ഉപയോഗിക്കുന്ന അശ്വം എന്ന് പറയുന്നത് നമ്മുടെ സർഗശക്തിയാകുന്ന കുതിരയാണ്, സർഗശക്തിയുടെ കുതിരയാണ്. അതാണ് വയലാർ പറഞ്ഞത്. അങ്ങനെ വിശ്വസംസ്കാരത്തിന്റെ വീതിയിൽ സർഗശക്തി കൊണ്ട് അശ്വമേധം നടത്താൻ കൊതിച്ച കവിയായിരുന്നു വയലാർ രാമവർമ്മ. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഇങ്ങനെ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഒരുപക്ഷെ മതത്തിനെതിരായ അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പാട്ടുകളൊക്കെ ആ രീതിയിൽ തന്നെ നമ്മൾ വിശകലനം ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ കവിതകളിലൂടെ അദ്ദേഹം കൃത്യമായി തന്റെ രാഷ്ട്രീയം കേരളത്തിലേക്ക് പ്രചരിപ്പിച്ചു. അപ്പൊ മലയാളിക്ക് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം കേരളത്തിൽ ആ കാലഘട്ടത്തിൽ 3 വിപ്ലവ കവികളാണ് ഉണ്ടായിരുന്നത്. 924 ജനിച്ച പി ഭാസ്കരൻ മാഷ്, 928 ജനിച്ച വയലാർ രാമവർമ്മ, 931 ജനിച്ച ONV കുറുപ്പ്. ഈ മൂവരുടെയും പ്രത്യേകത, മൂവരും കവികളും ഗാനരചയിതാക്കളുമായിരുന്നു. മൂവരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു. മൂവരും മലയാളിയുടെ മനസ്സിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ കവികളുമൊപ്പം ഗാനരചയിതാക്കളുമായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഒരാൾ ഗാനരചനയിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കവിത്വത്തെ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് കളയും. പക്ഷെ വയലാറിനെ ഒരിക്കലും അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചത്. എന്നാൽ വയലാർ സാധാരണ മലയാളിയുടെ മനസ്സിൽ ഒരുപക്ഷെ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെയാണ്. കാരണം നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സാഹിത്യം മനസ്സിലാക്കാനോ കവിതകൾ വായിക്കാനോ ഉള്ള ഒരു പാണ്ഡിത്യമില്ലാത്ത ഒരു വലിയ ജനത ഉണ്ടായിരുന്നു. പക്ഷേ വയലാർ അതിനൊക്കെ തന്നെ മറികടന്ന അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ലാളിത്യം കൊണ്ടാണ്, ജീവിതത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള ദർശനം. ഒരുപാട് അരക്കില്ലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിത നിർന്ന ഒരു കുടുംബത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അത് ഒരു സാമൂഹിക അവസ്ഥ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. പ്രോക്രൂസ്റ്റസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിത ഇന്നും പ്രസക്തമായ കവിതയാണ്. പ്രോക്രൂസ്റ്റസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് കഥാപാത്രമാണ്. ഒരു തൻ്റെ അതിഥിയായി എത്തുന്ന ആളുകളെ ഒരു കട്ടിലിൽ കിടത്തുകയും കട്ടിലിന് അപ്പുറത്തേക്ക് കവിഞ്ഞു കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ അയാളുടെ തലയും കാലും വെട്ടിക്കളഞ്ഞ് കട്ടിലിന് സമമാക്കുകയും ചെയ്യുന്ന ക്രൂര വിനോദമായിരുന്നു പ്രോക്രൂസ്റ്റസിൻ്റെ. അഥവാ ആ മനുഷ്യൻ കട്ടിലിന് ചെറുതാണെങ്കിൽ അദ്ദേഹത്തിന് തലയും കാലും വലിച്ചു നീട്ടി അദ്ദേഹത്തെ മൃതപ്രായനാക്കി ഇഞ്ചിഞ്ചായി കൊല്ലുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പ്രോക്രൂസ്റ്റസ്. ഈ കഥാപാത്രത്തെ ആവിഷ്കരിച്ചുകൊണ്ട്, ആ കഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നും ഇവിടെ പ്രോക്രൂസ്റ്റസ് ഉണ്ട് എന്നാണ് ആ കവി പറയുന്നത്. പ്രോക്രൂസ്റ്റസ് ഉണ്ട്, അവർ പരശതം പ്രത്യയശാസ്ത്രങ്ങളുമായി വരും, അവർ പ്രകടന പത്രികകൾ വലിച്ചു നീട്ടും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു കാലഘട്ടത്തിലേക്ക് നോക്കിക്കാണുന്ന ഒരു ദീർഘവീക്ഷണം ഈ കവിതയിൽ കാണാം. അതുപോലെയാണ് മറ്റൊരു കാര്യം, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, സത്യം വിളിച്ചു പറയുന്ന കവിയായിരുന്നു വയലാർ. ഈ സത്യം വിളിച്ചു പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ കവിത എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഈ കവിതയിൽ അത് വളരെ സിംബോളിക്കായി സൂചിപ്പിക്കുകയാണ്. കക്ഷിരാഷ്ട്രീയത്തിൻ്റെ കവിത എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രങ്ങളായി വരുന്നത് ഞാഞ്ഞൂലുകൾ, അതുപോലെ തന്നെ കുറച്ച് ഈയലുകളൊക്കെയാണ്. അപ്പം ഞാഞ്ഞൂലുകൾ പറയുന്നുണ്ട്, ഗ്രഹണത്തിന് വിഷമിത്തിരി കിട്ടിയാൽ ഞാൻ ഈ ഗഗനവും ഭൂമിയും ശൂന്യമാക്കും. അപ്പം ഇത് കേട്ടപ്പോൾ കവിക്ക് മനസ്സിലായി, ഈ ഞാഞ്ഞൂലുകൾ ആളുകൾ വെറുതെ പേടിപ്പിക്കണം. നമ്മൾ നാട്ടിൽ പറയല്ലോ, ഗ്രഹണത്തിന് ഞാഞ്ഞൂല് കടിച്ചാൽ മരിക്കുമെന്ന്. അപ്പോൾ കവി പറയുന്നുണ്ട്, ഇവിടെ ഞാഞ്ഞൂലിൻ കടിയേറ്റു മരിച്ചിട്ടില്ല ഇവിടത്തെ ചിതലിൻ്റെ കുഞ്ഞു പോലും എന്ന് കവി വിളിച്ചു പറയുന്നു, സത്യം വിളിച്ചു പറയുന്നു. കവി സത്യം വിളിച്ചു പറയുന്നവനാണ്. അപ്പോൾ അത് കേട്ട് കുറച്ചപ്പുറം നിൽക്കുന്ന ഈയാമ്പാറ്റകൾ പറയുന്നു, കവി കക്ഷി രാഷ്ട്രീയക്കാരനായി. സത്യം പറയുന്നവനെ കക്ഷി രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞ് അപഹസിക്കുന്ന ഒരു പ്രവണത അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇവിടെ വയലാർ അവിടെ തെരഞ്ഞെടുത്ത ബിംബങ്ങൾ വളരെ ബോധപൂർവമാണ്. കവി എന്ന് പറയുന്ന നിത്യ യശസ്സിന്റെ പ്രതീകമാണ് കവി. ആ കവിയെ പരിഹസിക്കുന്നത് ഒരു നിമിഷം പോലും ആയുസില്ലാത്ത ഈയാമ്പാറ്റകളാണ്. കവിയെ കക്ഷി രാഷ്ട്രീയക്കാരാണ് വിമർശിക്കുന്നത് ഈയലുകളാണ് എന്നുള്ളത്. അങ്ങനെ കൃത്യമായ ഓരോ കവിതയിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. വയലാറിൻ്റെ ഗാനങ്ങളിലേക്കൊന്ന് ഇവിടെ ശ്രീ ആലങ്കോട് ആ ഗാനങ്ങൾ ഒന്നൊന്നായി ചൊല്ലി നമ്മളെ സദസ്സിനെ വളരെ വളരെ അതിന് ആവേശം കൊള്ളിക്കുകയുണ്ടായി. മനോഹരമായ ഗാനങ്ങൾ മനോഹരമായ സ്വരത്തിലാണ് അദ്ദേഹം ചൊല്ലിയത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. വയലാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ONV പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം.
ONV വയലാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞത്, വയലാറിൻ്റെ ഗാനങ്ങൾ മഞ്ഞുതുള്ളികൾ പോലെ മൃദുവായതും സാഗരം പോലെ ഇരമ്പിമറിയുന്നതും ഒപ്പം ഒരു ദളമർമരം പോലെ ഹൃദയത്തിലെന്തോ മധുരമായി ആമന്ത്രണം ചെയ്യുന്നവയുമാണ് എന്നാണ്. അതൊരു ആ വയലാർ ഗാനങ്ങളുടെ മൊത്തം സവിശേഷത ONV കുറുപ്പ് എന്ന് പറയുന്ന മറ്റൊരു കവിയും ഗാനരചയിതാവും എത്ര മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചെന്നില്ല. കാരണം വയലാറിൻ്റെ ഗാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയമുണ്ട്, വിരഹമുണ്ട്, അത് പ്രതീക്ഷയുണ്ട്, അതിൽ പ്രത്യയശാസ്ത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിലൊക്കെ തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളൊരു താരതമ്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരിക്കൽ ഈ പരിസ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞു, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പുതിയ കാലത്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയമാണ്. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ 1970-കൾക്ക് ഇപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ ഒരു പരിസ്ഥിതി രാഷ്ട്രീയമോ പരിസ്ഥിതി മൂവ്മെൻറ്റുകളോ വരുന്നതിന് മുമ്പ് തന്നെ മലയാളിയുടെ മനസ്സിലൊരു പരിസ്ഥിതി ബോധം നിറച്ചത് കവികളാണ്. കാടവട മക്കളെ എഴുതിയത് അയ്യപ്പ പണിക്കരും ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ ONV കുറുപ്പും സുഗതകുമാരിയും ഒക്കെ തന്നെയാണ് മലയാളിയുടെ മനസ്സിലൊരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തിൻ്റെ വിത്ത് പാകിയത്. ഇവിടെ വയലാറിൻ്റെ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത നോക്കുക. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി എന്ന പാട്ട്, അല്ലെങ്കിൽ മഴകൾ പുഴകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടുകളൊക്കെ മനസ്സിൽ ആസ്വദിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് ചൊല്ലി നടക്കുകയും കേട്ട് അവനവൻ്റെ സന്ധ്യയും പ്രഭാതവും സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്ന ഒരു തലമുറക്കൊരിക്കലും പ്രകൃതിയെ നശിപ്പിക്കാൻ കഴിയില്ല. ഇത് അബോധപൂർവമായ ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ബോധപൂർവമായ പരിസ്ഥിതിയുടെ സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടല്ല, അബോധപൂർവമായി പ്രകൃതി മനോഹാരിണിയാണ് എന്ന് പറയുന്ന ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സാമ്യമകന്നോരു ഉദ്യാനമേ എന്ന കവിതയിലെ വർണ്ണന നമ്മൾ നോക്കുക. മഞ്ജുതറയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ എന്നാണ്. ആ ഒരു മനോഹരമായ വർണ്ണന കണ്ട ആ പ്രകൃതിയുടെ ഒരു മനോഹാരിത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, വിഷ്വലാണ്. വയലാറിൻ്റെ എല്ലാ ഗാനങ്ങൾക്കുള്ള പ്രത്യേകത അതിലൊരു വിഷ്വലായ ഒരു മനോഹരമായ ദൃശ്യബിംബങ്ങളാൽ സമൃദ്ധമാണ്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ ചക്രവർത്തിനി എന്ന പാട്ടൊക്കെ അതിലിങ്ങനെ ശാരദേന്ദുകല ചുറ്റിലും പാരിജാത മലർ തൂകുമെന്നൊക്കെ പറയുമ്പോൾ ഈ പാരിജാതം എന്ന് പറയുന്ന ഏറ്റവും മണമുള്ള ഒരു പുഷ്പമാണ്. ആ പുഷ്പം പോലെ നിലാവ് പൊഴിയുന്നു എന്ന് പറയുന്ന ഒരു ഭാവനയുണ്ടല്ലോ. അതുപോലെ താനേ രുദ്രവീണകൾ പാടുന്ന ഒരു അന്തരീക്ഷം, അത് ശരിക്കും പറഞ്ഞാൽ ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും സമഞ്ജസമായ ഒരു സമ്മേളനമാണ് കവിത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 77 വർഷത്തെ ചരിത്രമാണ്. നിർമ്മല എന്ന് പറയുന്ന മലയാളത്തിൽ ആദ്യത്തെ ചലച്ചിത്ര ഗാനം ഉണ്ടായിട്ട് 77 വർഷമായി. ആ 77 വർഷത്തെ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഗാനമുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ചക്രവർത്തിനി എന്ന് പറയുന്ന ഗാനമാണ്. ഏറ്റവും സാമൂഹിക പ്രസക്തിയുള്ള ഗാനമുണ്ടെങ്കിൽ അത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഗാനമാണ്. ഇങ്ങനെ മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രത്തിൽ പ്രസക്തമായ 2 ഗാനങ്ങൾ വയലാറിൻ്റെതാണ്. ഒന്ന് സാമൂഹിക പ്രസക്തിയുള്ളതും മറ്റൊന്ന് സൗന്ദര്യാത്മകവുമായ ഗാനം. ഈ പ്രണയഗാനങ്ങൾ കേവലം പ്രണയഗാനങ്ങൾ, അതിലൊക്കെ തന്നെ ബിംബങ്ങളുടെ സമൃദ്ധിയുണ്ട്, അതിൽ ധ്വനിയുണ്ട്, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് സന്യാസിനി എന്ന് പറയുന്ന പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. സന്യാസിനി എന്ന പാട്ടിൽ സന്യാസിനി നിന്റെ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പമായി വന്നു എന്നൊരു പ്രയോഗമുണ്ട്. ഈ സന്ധ്യാപുഷ്പം എന്നത് വയലാർ വെറുതെ പ്രയോഗിച്ചതല്ല. സന്ധ്യാപുഷ്പം എന്ന് പറയുന്നത് ഏറ്റവും തീവ്രമായ ഗന്ധമുള്ള പുഷ്പങ്ങളാണ്. രാത്രി വിടർന്ന പൂവിനാണ് ഏറ്റവും നല്ല മണം. ആ സന്ധ്യാപുഷ്പമായി വന്നു എന്ന് പറയുന്നത് ആ പ്രണയത്തിൻ്റെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തീവ്രമായ പ്രണയത്തിന് ഏറ്റവും തീവ്രമായ നല്ല മണമുള്ള പൂവുമായി വരുന്ന ഒരു കാമുകൻ്റെ ദൃശ്യം. 2 സന്ധ്യാപുഷ്പം എന്ന് പറയുന്നത് സന്ധ്യപൂജയാണ്, ഒരു അമ്പലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് എന്ന് സൂചിപ്പിക്കാൻ സന്ധ്യാപുഷ്പം നമുക്കവിടെ അങ്ങനെയും നമുക്കത് കാണാം. അപ്പം അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലാണ്. അപ്പോൾ അതുപോലെ ആ പാട്ട് പറയുന്നുണ്ട്, രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന് പറയുന്നത് അത് പ്രതീക്ഷ കൂടിയാണ്. രാത്രി ഒരിക്കലും പകലിനോട് യാത്ര ചോദിക്കുന്നത് എന്നേക്കുമായല്ല എന്നും വീണ്ടും കടന്നു വരാനുള്ളതാണ് എന്നുള്ള പ്രതീക്ഷ കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു കാമുകന്മാരുടെ സംഭാഷണത്തിനപ്പുറത്തേക്ക് പ്രണയത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിലേക്ക് എങ്ങനെ ഒരു ഗാനത്തെ മാറ്റി തീർക്കാമെന്നുള്ളതാണ്. അപ്പം മാനസമൈനേ വരൂ എന്ന പാട്ട് മലയാളിയുടെ പ്രണയവും വിരഹവും ധ്വനിപ്പിക്കുന്ന പാട്ടാണ്. ഒരു മലയാളി യുവാക്കളുടെ പ്രണയ നൈരാശ്യത്തെ മുഴുവൻ ഒന്നടങ്കം ദ്യോതിപ്പിക്കുന്ന പാട്ടാണ്. അതിൽ കരളിലെ ഓളവും കരയിലെ മോഹവും അടങ്ങുകില്ല ഓമനി അടങ്ങുകില്ല എന്ന് പറയുന്ന വരികൾ. അങ്ങനെ ഒരു പാട്ട് മലയാളിക്ക് പറയുന്നുണ്ടോ? ഇങ്ങനെ പ്രണയവും വിരഹവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകൾ. ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള പാട്ടുകൾ.
അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാരെ ദൈവമാരെ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പാട്ടാണ്. ആ പാട്ടിൽ വയലാർ കേവലം അമ്മയും മക്കളും തമ്മിലുള്ളൊരു ബന്ധം മാത്രമല്ല, അതിലൊരു തത്വശാസ്ത്രപരമായൊരു വിഷയം കൂടി വയലാർ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ആദിയിൽ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനിൽ 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, എന്നാൽ ഈ ദൈവത്തെ സൃഷ്ടിച്ചത് അമ്മയാണ് എന്നുള്ളതാണ്. പൗരാണിക കാലം മുതൽ തന്നെ യുക്തിവാദികളും ദൈവവിശ്വാസികളും തമ്മിലുള്ള ഒരു വലിയ തർക്കം ദൈവമുണ്ടോ ഇല്ലയോ, എങ്കിൽ എന്താണ് തെളിവ് എന്നുള്ളതാണ്. അതിന് യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യം, എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ ദൈവം വേണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്നൊരു വലിയ ചോദ്യമാണ് യുക്തിവാദികൾ മറുവശത്ത് ഉന്നയിക്കുന്നത്. ഈ തത്വശാസ്ത്രപരമായ ചോദ്യമാണ് ഈ 6-ാം നാൾ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ സൃഷ്ടിച്ചത് അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് വയലാർ വളരെ വൈകാരികമായും എന്നാൽ തത്വശാസ്ത്രപരമായും ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ജൈവികമായും വൈകാരികമായും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ട്. അസ്ഥിത്തളിരിലൂടെ പുഷ്പച്ചെടിയിലൂടെ മക്കളുടെ ഞരമ്പിലേക്ക് ഒഴുകി വന്നു അമ്മ എന്ന് പറയുന്ന വരികൾ. അതൊക്കെ തന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ജൈവികമാണ്, ഒപ്പം വൈകാരികവുമാണ്. ഇങ്ങനെ ഏത് വിഷയമെടുത്താലും അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മനോഹരമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് വർണ്ണനകളുടെ സമൃദ്ധി ഉപയോഗിച്ചുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ എന്നും എന്നും മനോഹരങ്ങളായ കാവ്യങ്ങൾ നിറച്ച വയലാർ രാമവർമ്മയെ ഓർക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. തീർച്ചയായും അത്തരമൊരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് വയലാർ രാമവർമ്മയുടെ അദ്ദേഹത്തിൻ്റെ നിത്യമായ ഓർമ്മകളിൽ എൻ്റെ ഒരുപടി പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഒരു അറിയിപ്പ് പറയുക. പള്ളിപ്പുറം കേളമംഗലത്ത് നിന്നും വന്ന ബെന്നിയെ കാത്ത് സുഹൃത്ത് സജീവ് സ്റ്റേജിന് പിൻവശം കാത്തു നിൽക്കുന്നു. വയലാർ അനുസ്മരണ സമ്മേളനം അവസാനിച്ചതായി അധ്യക്ഷൻ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നടന്ന വയലാർ രാമവർമ്മ അനുസ്മരണ സാഹിത്യ സമ്മേളനം കണ്ണിനും കാതിനും മനസ്സിനുമെല്ലാം ഒരു നവ്യാനുഭവത്തിന്റെ അനുഭൂതി പകർന്നു നൽകി. പങ്കെടുത്ത വിദ്വാൻ കെ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് എം കെ ഉത്തമൻ, ഡോക്ടർ GS പ്രദീപ്, ആലങ്കോട് ലീലാകൃഷ്ണൻ, AG ഒലീന ടീച്ചർ, KK മുരളീകൃഷ്ണൻ എന്നിവർക്ക് വാരാചരണ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഐതിഹാസികമായിരുന്നു. പുന്നപ്ര വയലാർ, മാരാരിക്കുളം, മേനാശ്ശേരി